ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വ്യത്യസ്തമായ ഒരു പ്രസംഗം നിങ്ങളുടെ മുൻപിൽ കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെ സഭയിൽ, തിരുവല്ലയിലുള്ള IPC പ്രയർ സെൻറ്റർ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടാനുഭവ ആഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം അതിമനോഹരമായ ഒരു പ്രസംഗം ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. ആ പ്രസംഗം നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നെത്തിയ പാസ്റ്റർ സാം വർഗീസാണ്, ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ. വളരെ ശാന്തമായി, അതേസമയം വളരെ ആഴത്തിലുള്ള അനുഗ്രഹീതമായൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു, ക്രൂശ് എടുത്തുകൊണ്ട് അവൻ നടന്ന ആ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ച് നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വരികൾക്കിടയിലൂടെ ഒന്ന് നടക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്തമായൊരു പ്രസംഗമാണ്. നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്ന അനുഗ്രഹീതമായൊരു സന്ദേശം. അതിലെ 2 കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് നിങ്ങളെ ആ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ. നാം ഓരോരുത്തരും, അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ഓരോരുത്തരും അവനവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് വേണം കർത്താവിനെ അനുഗമിക്കുവാൻ. അപ്പോൾ അവനവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന യാത്രയിൽ നമ്മളുടെ ഭവനങ്ങളിൽ നിന്നാകാം, നമ്മുടെ സ്നേഹിതരിൽ നിന്നാകാം, നമ്മുടെ സഭയിൽ നിന്നാകാം, പൊതുസമൂഹത്തിൽ നിന്നാകാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് വലിയ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയപ്പെട്ടവരിൽ നേറ്റ മുറിവുകളുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: ഒരു വ്യക്തിക്കും തനിയെ ചെയ്യുവാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് തനിയെ ക്രൂശിക്കപ്പെടുവാൻ സാധ്യമല്ല. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ നമ്മെ പിടിച്ചു വെച്ച് നമ്മുടെ കയ്യിൽ ആണി അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രൂശിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാദങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആണി അടിക്കണം. നമ്മുടെ വസ്ത്രം ആരെങ്കിലും ഒരാൾ ഉരിഞ്ഞെടുക്കണം. ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടണമെങ്കിൽ ആരെങ്കിലും നമ്മുടെ മുഖത്ത് തുപ്പണം. അപ്പോൾ നമ്മെ മുറിവേൽപ്പിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമുക്ക് ഉപദ്രവം ചെയ്തിട്ടുള്ളവർ, അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സഹിതരാകുവാനായിട്ടുള്ള ആ യാത്രയിൽ നമ്മെ പല നിലകളിൽ സഹായിച്ചവരാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മെ പുറകോട്ട് നയിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഭയമാണ്, 2 ലജ്ജയാണ്. നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്തുവാൻ, അല്ലെ സുവിശേഷം പറയുവാൻ പലപ്പോഴും നമ്മൾ ലജ്ജിക്കുന്നവരാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ, കുരിശ് വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള നിലയിൽ ഏറ്റവും നിന്ദാകരമായ വിധത്തിൽ ഒരു കുറ്റവാളിയെ, അയാളുടെ ജീവനെ ഇല്ലാതാക്കുവാനുള്ള ഒരു ഉപകരണമായിരുന്നു. ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വ്യക്തി, ആ ക്രൂശിൽ കിടന്ന് അനേകം മണിക്കൂറുകൾ കൊണ്ട്, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്താകാം മരണത്തിന് കീഴടങ്ങുന്നത്. എന്നാൽ അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ പതിവായി കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ചിത്രങ്ങളിലെല്ലാം യേശുവിൻ്റെ ശരീരത്തിൽ നഗ്നത മറയ്ക്കുന്ന അല്പം തുണിയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുന്ന വ്യക്തി പരിപൂർണ നഗ്നനായിരിക്കും. അങ്ങനെയായിരുന്നു വധശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. കാരണം അയാളെ അത്രത്തോളം അപമാനിക്കുക, നിന്ദിക്കുക എന്നുള്ളത് ക്രൂശീകരണത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നഗ്നനായി കിടന്ന, പരിപൂർണ നഗ്നനായി കിടന്ന കാഴ്ച നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്ക്. എത്ര നിന്ദാകരമായ ഒരവസ്ഥയിലൂടെയാണ് യേശു കടന്നുപോയത്. നാം നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. തീവ്രമായ ആ ക്രൂശീകരണത്തിൻ്റെ ഓർമ്മ നമ്മൾ ഉണ്ടാക്കുന്ന അതിതീവ്രമായൊരു വേദനയുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. ഒരു വരി പോലും നമുക്കതിൽ നിന്നും മാറ്റിവെക്കുവാനില്ല. നമ്മുടെ ജീവിതത്തോട്, ഹൃദയത്തോട് ഹൃദ്യമായി ഇടപെടുന്ന ഒരു ദൈവവചന സന്ദേശം. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. പാസ്റ്റർ സാം വർഗീസുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സുദീർഘമായി സംസാരിച്ചു. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന
അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പിതാവ് അതിമനോഹരമായ ഗാനങ്ങൾ എഴുതിയ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ EV വർഗീസിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതുവരെ അദ്ദേഹം പരസ്യവേദികളിൽ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ പങ്കുവച്ചു. ആ ഇൻ്റർവ്യൂ തിങ്കളാഴ്ച രാവിലെ ഹല്ലേലൂയ ന്യൂസ് ചാനലിൽ നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. എല്ലാവരെയും അതിനുവേണ്ടി കൂടെ ക്ഷണിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ പറയുന്നു. എനിക്ക് വലിയ ശബ്ദവും ഒച്ചയൊന്നുമില്ല, അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്നാലേ എന്നെ കേൾക്കത്തുള്ളൂ. കർത്തൃദാസന്മാരുടെ നല്ല ശബ്ദമൊക്കെ കേൾക്കുമ്പം ഞാൻ അവരെ നോക്കി അസൂയപ്പെടാറുണ്ട്. കർത്താവേ, എനിക്ക് ആ കൃപ നീ തന്നില്ലല്ലോ എന്ന്. പക്ഷേ ദൈവമല്ലേ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ തൻ്റെ മനസ്സിനൊത്തവണ്ണമുള്ള കൃപ കൊടുത്ത കൂട്ടത്തിൽ എനിക്ക് വലിയ ശബ്ദം തന്നിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ എൻ്റെ സന്ദേശം നിങ്ങൾക്കൊന്ന് കേട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഇവിടെ ആധികാരികമായി നാം വായിക്കുന്ന ഗ്രന്ഥം വേദപുസ്തകമാണ്. ദൈവസഭയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് ഈ പകൽക്കാലം എന്തെല്ലാം ചെയ്തെടുക്കണമോ അതെല്ലാം താൻ ചെയ്തെടുക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെപ്പറ്റി ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. എന്നോട് ഒന്ന് രണ്ട് പേരെങ്കിലും പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തിയേക്കണമെന്ന്. എനിക്ക് മനസ്സിലായി അതിന് കാരണം എന്താണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാനതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഞാൻ ജനിച്ചതൊഴികെ വളർന്നത് മുഴുവൻ തിരുവനന്തപുരം പട്ടണത്തിലാണ്. ആരെങ്കിലും ചോദിച്ചാൽ വളരെ അഭിമാനത്തോടെ ഞാൻ തിരുവനന്തപുരത്തുകാരനെന്ന് അങ്ങ് പറയും. കഴിഞ്ഞ 60-ലധികം വർഷമായിട്ട് ഞാൻ അവിടെയുണ്ട്. കഴിഞ്ഞ 33 വർഷത്തോളം കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണ സമയം ഞാനും എൻ്റെ ഭാര്യയും ആയിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷം ഏകദേശം അടുക്കുന്ന ഈ സെപ്റ്റംബർ ആവുമ്പം ഒരു സ്വതന്ത്ര സഭയല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ തുടങ്ങിയത് ഇന്നും അത് നടക്കുന്നു. ഇന്ന് അവിടെയും രാവിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ദിവസം ഞാൻ സഭയിൽ നിന്നും മാറി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്ററും ജിബിനും എന്നെ വിളിച്ചപ്പം എനിക്ക് നോ പറയാൻ കഴിഞ്ഞില്ല. സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം വന്ന് ഇന്നത്തെ ഈ ദിവസം നിങ്ങളോടൊപ്പം ചിലവഴിക്കാമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുത്തേക്കാം. ഞാനും ഒരു കർത്തൃ ശുശ്രൂഷകനാണ്, ഒരു സഭ പരിപാലിക്കുന്ന ഒരു ഇടയൻ തന്നെയാണ്. വെള്ള ഉടുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു ചെറിയ മീശയുണ്ട്. അത് ചിലരും ചോദിക്കണം, അതെന്തിനാണ് ഈ വെച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് വെച്ചതല്ല, അത് വന്നതാണ്. എൻ്റെ പിതാവിനെക്കുറിച്ചൊരു വാക്ക് ഒന്ന് പറഞ്ഞേക്കാം. അതൊരു മുൻകൂർ ജാമ്യമാണ്. അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. ഇല്ലേ, ഞങ്ങൾ ഒത്തിരി പേര് മുൻവിധിയോടുകൂടി ഇരിക്കും. ഈ മുൻവിധി മാറ്റാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഒരു പക്ഷേ എൻ്റെ പിതാവിൻ്റെ പേര് ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ അദ്ദേഹം രചിച്ച പല പാട്ടുകളും നിങ്ങളൊക്കെ തന്നെയും പാടുന്ന പാട്ടുകളായിരിക്കാം. കാണുന്നു ഞാൻ യാഹിൽ, ദേലപിച്ചോർ നാം സ്തുതിച്ചിടുவோം, യാഹേ നീയൻ ദൈവം, സേനയെന്നതിവൻ ദേവനിൽ അതിയായി, നമ്മുടെ ദൈവത്തെപ്പോൽ വലിയ ദൈവമാരുള്ളൂ, ഹായന്താനന്ദം ഹായന്ത് മോദമേ, ഇങ്ങനെയുള്ള 100-ലധികം പാട്ടുകൾ എഴുതിയ ഒരു പാവപ്പെട്ട ദൈവദാസൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് ഞാൻ. അദ്ദേഹം 1998 കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയി. എൻ്റെ മാതാവും 90 തന്നെ കർത്തൃസന്നിധിയിലേക്ക് പോയി. അവരുടെ ഏക മകനാണ് ഞാൻ. കർത്താവിൻ്റെ വേലയിൽ ഞാനും എൻ്റെ ഭാര്യ ജെസിയും ഞങ്ങൾ രണ്ടുപേരുമായിരിക്കുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞങ്ങളെയും ദയവായി പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, കുരിശിൻ്റെ വഴിയും മറ്റും നടത്തുന്ന ഒരു ദിവസമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വണ്ടിയിൽ വന്നപ്പോൾ തന്നെ എത്രയോ പേര് കൊച്ചു കൊച്ചു തടിക്കഷ്ണങ്ങൾ കുരിശുമെടുത്ത് ഇങ്ങനെ വരിയായി പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം ഒരു തടിക്കുരിശുമെടുത്ത് ഒരു കുരിശിൻ്റെ വഴി നടത്തുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല.
ഒരുപക്ഷെ വളരെ നിഷ്കളങ്കമായി അവരറിയാതെ അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. അവരുടെ നിഷ്കളങ്കത്വം ദൈവം കാണുന്നു, പക്ഷേ പലപ്പോഴും അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്താണ് കുരിശിൻ്റെ വഴി, അല്ലെങ്കിൽ ആ ക്രൂശ്, അല്ലെങ്കിൽ യേശു എന്ത് ചെയ്തു, നിവർത്തിച്ചു എന്നുള്ളത് വ്യക്തമായി അറിവുള്ള ഒരു കൂട്ടമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ക്രൂശിൻ്റെ വഴിയിലൂടെ നിങ്ങളെ ഒന്ന് കടത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ഗെത്സമനത് മുതൽ ഗബദ വഴി ഗോൽഗോഥയിലേക്ക് പോകുന്നൊരു യാത്രയെ നിങ്ങൾ ചിന്തിക്കും. അതായിക്കോട്ടെ, ഞാൻ അത് ഡിറ്റോ അതുപോലെയല്ല, കാരണം ആ പ്രസംഗങ്ങളൊക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ കുരിശിൻ്റെ വഴികൾക്കിടയിലൂടെ, അല്ലെങ്കിൽ വഴികൾക്കിടയിലല്ല വരികൾക്കിടയിൽ വായിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ ഇന്ന് ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കും. അത് നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞേക്കാം. എന്താണെന്നറിയത്തില്ല, ഞാൻ പോകുന്നിടത്തൊക്കെ ഈ മൈക്കിൻ്റെ പ്രശ്നമുണ്ട്. അത് ഒന്നുകിൽ ഇവിടുത്തെ മൈക്ക് ഓപ്പറേറ്റർമാരുടെ കുഴപ്പമല്ല, ഞാൻ അവരെ വഴക്കും പറയത്തില്ല, ഒന്നും പറയത്തില്ല. ആർക്കോ ഈ സന്ദേശം ഇവിടെ കേൾക്കരുതെന്നൊരു വാശിയുണ്ട്. അതിവിടെ ഇരിക്കുന്ന ആർക്കുമല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഹിതം ഇവിടെ നിവർത്തിക്കപ്പെടരുത്, പകരം ദൈവഹിതം ഇവിടെ നിവർത്തിക്കപ്പെടണം. അതുകൊണ്ട് ദയവായി നിങ്ങളൊന്ന് പ്രാർത്ഥനയോടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ പുതിയ നിയമസഭകളിലെ ഒരു 3 പ്രശ്നം തുറന്നു പറയുക. ഞാനും ഒരു പാസ്റ്ററാണല്ലോ, നമുക്ക് തുറന്ന് സമ്മതിക്കാം. വി സി എ ലോട്ട് ഓഫ് ലൈഫ്ലെസ്നെസ്, നിർജീവത്വം ദൈവസഭയിൽ കാണുന്നു. ഒരുപാട് ബഹളമൊക്കെ ഉണ്ട്, പക്ഷേ മൊത്തത്തിലൊരു ജീവനില്ലാത്ത അവസ്ഥ ദൈവസഭയിൽ കാണുന്നുണ്ട്. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, പ്രയർ, പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മുടെ ലൈഫ്ലെസ്നെസ് ഒന്ന് മാറി ലൈഫിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. രണ്ടാമത് ദൈവസഭയിൽ കാണുന്ന മറ്റൊരു പ്രശ്നം ലൈസൻസ്, അതായത് ഒരു അനുവാദം. എന്തും പ്രസംഗിക്കാം, എന്തും പഠിപ്പിക്കാം, എന്തും വിശ്വസിക്കാം. പണ്ടൊക്കെ ഒരു സഭയിൽ എല്ലാവരും ഒരേ കാര്യമാണ് വിശ്വസിക്കുന്നത്. അവിടെ എന്ത് പഠിപ്പിക്കുന്നുവോ അതാണ് എല്ലാവരും പഠിച്ചിരിക്കുന്നത്, അതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇന്ന് ഒരു ചെറിയ സഭയിലെടുത്താൽ പോലും ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അവരത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് നടക്കുന്നില്ല എങ്കിലും സത്യം പറഞ്ഞാൽ ദൈവവചനത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പലതരം വിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് നരകമുണ്ടോ, ഇതിപ്പോൾ ഒരു വലിയ ചോദ്യമാണ്. നരകമെന്നൊരു സ്ഥലമുണ്ടോ? അത് പ്രത്യേകിച്ച് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്ന, ഒരു കാലത്ത് ശക്തമായി കർത്താവെടുത്ത് ഉപയോഗിച്ച പലരും ഇന്ന് തിരിഞ്ഞു വന്നിട്ട് നരകമെന്നൊരു സ്ഥലമൊന്നും ഇല്ല, അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്, അങ്ങനൊരു സ്ഥലമൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന കാലമായി. കർത്താവായ യേശുക്രിസ്തു ഇനി വരാനൊന്നും പോകുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന കാലമായി. ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ അർത്ഥം എന്തും പഠിപ്പിക്കാം, എന്തും വിശ്വസിക്കാം, എന്തും പ്രസംഗിക്കാം എന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചത്. ആര് ഈ ലൈസൻസ് നമുക്ക് തന്നു? അതിനൊറ്റ മറുമരുന്നേ ഉള്ളൂ, ഡിസൈപ്പിൾഷിപ്പ്, ശരിയായ ശിഷ്യത്വം. നമ്മൾ വചനം പഠിച്ച് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുമ്പോഴാണ് ഈ പറഞ്ഞ യഥാർത്ഥ ഉപദേശമെന്ത്, യഥാർത്ഥ വചനമെന്ത്, സത്യമെന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ശിഷ്യത്വത്തിൽ മുന്നോട്ട് പോകണം. ഞാനും ജിബിനും രാവിലെ സംസാരിക്കുകയായിരുന്നു. ഇന്ന് ഏറ്റവും വലിയൊരു കഷ്ടം, ഇന്ന് സഭകളിലൊക്കെ അംഗങ്ങൾ, മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ബൈബിളിൽ എങ്ങും ഈ മെമ്പേഴ്സ് ഇല്ല, അവിടെയുള്ളത് ശിഷ്യന്മാരായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ സഭയിൽ എത്ര ശിഷ്യന്മാരുണ്ടെന്ന് ആരും അന്യോന്യം ചോദിക്കാറില്ല. എല്ലാവരും ചോദിക്കുന്നത് എത്ര അംഗങ്ങളുണ്ടെന്നാണ്. ഞാൻ ചോദിച്ചോട്ടെ, പുതിയ നിയമസഭയിൽ എവിടെയായി അംഗങ്ങൾ? അവിടെ ശിഷ്യന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, അവിടെ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് വന്നു. അങ്ങനെയാണെങ്കിൽ തിരുവല്ലയിൽ എത്ര ശിഷ്യന്മാരുണ്ട്? ഈ സഭയിൽ എത്ര ശിഷ്യന്മാരുണ്ട്? തിരിച്ചിങ്ങനെ ചോദിക്കാം, ഞാനൊരു ശിഷ്യനാണോ അതോ ഞാനൊരു സഭയിലെ അംഗമാണോ? ഇന്ന് ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം പ്രിയപ്പെട്ടവരെ. അപ്പം ലൈസൻസിന് ഒറ്റ വഴിയേ ഉള്ളൂ, എന്താണ്? ഡിസൈപ്പിൾഷിപ്പ്. മൂന്നാമത് മറ്റൊരു കാര്യം, ഇന്നത്തെ സഭയിലെ ഏറ്റവും വലിയൊരു കഷ്ടം ലീഗലിസം, നിയമവാദം എന്ന് വേണേൽ പറയാം. ലീഗലിസം, അതായത് ആരും ആരെയും അംഗീകരിക്കത്തില്ല, എല്ലാവരെയും താഴ്ത്തി കാണുക. ഞാൻ മാത്രമേ ശരിയുള്ളൂ, എൻ്റെ വിശ്വാസമാണ് ശരി, എൻ്റെ ഉപദേശമാണ് ശരി, എൻ്റെ രീതിയാണ് ശരി എന്ന് പറഞ്ഞ് മറ്റാരെയും ഈ പറഞ്ഞ പോലെ ഗണ്യമാക്കാതെ, അല്ലെ ആരെയും അംഗീകരിക്കാത്തൊരവസ്ഥ. ഇതൊന്ന് സഭകളിലുണ്ടോ? ഒരു പക്ഷേ ഇവിടെ ഇല്ലായിരിക്കും, പക്ഷേ ഞാൻ പോകുന്നിടത്തെല്ലാം ഇത് ഒത്തിരി കാണുന്നുണ്ട്.
അതിന് ഒറ്റ മറുമരുന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇവാഞ്ചലിസം. സഭ ഒന്നടങ്കം ഇറങ്ങി സാക്ഷികളാകുവാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് തർക്കിക്കാനും വഴക്കടിക്കാനും നമുക്ക് നേരമില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ലൈഫ്ലെസ്നെസ്, നിർജീവത്വം; 2 ലൈസൻസ്; 3 ലീഗലിസം. അതിന് 3 മറുമരുന്ന് ഞാൻ പറഞ്ഞു. 1 പ്രാർത്ഥന, 2 ശിഷ്യത്വം, 3 സുവിശേഷീകരണം. ഇത് 3ഉമാണ് സഭയിൽ ഏറ്റവും ആവശ്യമായി വേണ്ടത്. ഇനി നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ സഭയിലൊക്കെ എത്രത്തോളം പ്രാർത്ഥനയുണ്ട്? സഭയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളല്ല ഞാൻ പറയുന്നത്, സഭയിലുള്ള വിശ്വാസികളെന്ന് ഞാൻ പറയുന്ന ശിഷ്യന്മാർ എത്രത്തോളം പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവമായിട്ട് നേരിട്ടൊരു ബന്ധമുള്ളവരാണ്, എന്ത് വിഷയവും ആദ്യം ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നവരാണ്, അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് നേടുന്ന എത്ര പേരിന്ന് സഭയിലുണ്ട് പ്രിയപ്പെട്ടവരെ? 2, എത്ര പേർ ഈ വചനപ്രകാരം ഒരു ശിഷ്യരായി സഭയിലായിരിക്കുന്നു? ഇനി സഭയ്ക്കുള്ളിൽ നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന ശിഷ്യൻ മാത്രമല്ല, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി യെരുശലേമിൽ തുടങ്ങി യഹൂദയിൽ എല്ലായിടവും ശമര്യയിലും കർത്താവിൻ്റെ സാക്ഷികളായിത്തീരുന്ന സാക്ഷികൾ എത്ര പേരുണ്ട്? കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ട് പോയത് ഗോ, പോകുവീൻ എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ നാം ഇന്ന് സഭ പണിഞ്ഞിട്ട് എല്ലാവരും വരുവീൻ എന്നാണ് പറഞ്ഞത്. ദ ഗ്രേറ്റ് കമ്മീഷൻ ഈസ് ടു ഗോ. പക്ഷേ നമ്മളതിനെ സൗകര്യപൂർവ്വം മാറ്റിയെടുത്തു, കം, വരിക. അതും വരിക എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ തെളിച്ചു പറയും, എൻ്റെ സഭയെ വരണം, ആ സഭയെ പോരുത്, ഇതും കൂടെ പറയും. അതിൻ്റെ അർത്ഥം ആ ഗ്രേറ്റ് കമ്മീഷൻ അത് ഗോ തന്നെയാണ്. അന്ന് യേശു പറഞ്ഞത്, കൽപ്പിച്ചത് ഗോ ആണെങ്കിൽ ഇന്നും അത് ഗോ തന്നെയാണ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ എഴുന്നേറ്റ് അടുത്ത മേശയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നതിനും ഗോ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് വാക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിനും ഗോ എന്ന് തന്നെയാണ് വാക്ക്. നമ്മൾ പലപ്പോഴും ഗോ എന്ന് പറയുമ്പം ആദ്യം നോർത്ത് ഇന്ത്യയിൽ പോകണം, അമേരിക്കക്കാർക്കാണെങ്കിൽ ആദ്യം ആഫ്രിക്കയിൽ പോകണം, അതൊക്കെയാണ് നമ്മുടെ ഗോ. ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ പറയാറുണ്ട്, അൺറീച്ച്ഡ് എന്നൊരു പദം നമ്മൾ സുവിശേഷത്തിൽ പറയും. ഇതുവരെ ഈ സുവിശേഷവുമായിട്ട് സന്ധിക്കപ്പെടാത്തവർ എന്നുള്ളതാണ് അൺറീച്ച്ഡ്, അല്ലേ? അപ്പോൾ സാധാരണ നമ്മുടെ ചിന്ത, ഈ മരത്തിൻ്റെ മുകളിൽ കാട്ടിലിരിക്കുന്ന ഒരു ആദിവാസിയോ ഒരു കാട്ടുവാസിയോ ഉണ്ടെങ്കിൽ അവനെ നമ്മൾ അൺറീച്ച്ഡ് എന്ന് പറയുമെന്ന് പറയും. പക്ഷേ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് 24 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ എലിപ്പാഡുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ഏറ്റവും വലിയ സെലിബ്രിറ്റി, ഏറ്റവും വലിയ ആൾ, അവനും യേശു ഇല്ലാത്തവനാണെങ്കിൽ അൺറീച്ച്ഡ് തന്നെയാണ്. ഒറ്റ വ്യത്യാസം, ഒരുത്തൻ മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്നു, ഒരുത്തൻ 24 നില കെട്ടിടത്തിൻ്റെ മണ്ടയിലിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ശരിയാണോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റും അൺറീച്ച്, യേശുവിനെ അറിയാത്ത, അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കേട്ടിട്ടും ആരും അവനെ കൺഫ്രണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ പോയി സുവിശേഷം അങ്ങ് ഒരു കടമയ്ക്ക് പോയി പറഞ്ഞിട്ടങ്ങ് ഓടുന്നവരാണ് നമ്മൾ. ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, ഹിറ്റ് ആൻഡ് റൺ. പലപ്പോഴും നമ്മുടെ സുവിശേഷ വേലയും ഒരു ട്രാക്ട് കൊടുത്തിട്ട് ഓടുക, അല്ലെങ്കിൽ ഒരു കവലയ്ക്ക് ചെന്നൊരു മൈക്കും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഫേസ്ബുക്ക് ലൈവ് ഇടുക. ഇതൊന്നും അല്ല സുവിശേഷം പ്രിയപ്പെട്ടവർ. വി ഹാവ് ടു കൺഫ്രണ്ട് പീപ്പിൾ വിത്ത് ദ ഗോസ്പൽ. സുവിശേഷം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൺഫ്രണ്ട് ചെയ്യണം. യേശു നിങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ. ആ കർത്താവ് യേശു എത്രയും പെട്ടെന്ന് വരുന്നു, അവൻ ന്യായം വിധിക്കുവാൻ വരുന്നു. ലോകത്തിൻ്റെ ഒരു അവസാനമുണ്ട്, അതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളുമാണ് സഹോദര കാണുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിനക്ക് ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുകയോ കിട്ടുകാതിരിക്കുകയോ ചെയ്യും. പക്ഷേ അതിനപ്പുറമായി നീ ഇന്ന് മരിച്ചാൽ നിൻ്റെ നിത്യത നിനക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കാം. അതിന് നീ തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊരാളുടെ മുഖത്ത് നോക്കി കൺഫ്രണ്ട് ചെയ്യുന്നൊരു സുവിശേഷീകരണം ഇന്നില്ല പ്രിയപ്പെട്ടവർ. അതൊത്തിരി കുറഞ്ഞിരിക്കുന്നു. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറഞ്ഞിരിക്കുന്നു. അത് ചെയ്യേണ്ടെന്ന ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ് ദൈവസഭ. അത് വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ പറയുന്നത് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും, എന്നോട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാം. അതിൻ്റെ അർത്ഥം, ഞാനൊരു സത്യം പറയട്ടെ, സഭയെ വിളിച്ച് ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഒരു കാരണവശാലും സഭയ്ക്ക് പിന്നോക്കം പോകാൻ കഴിയുകയില്ല. സഭയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ കൂടുന്ന ഒരു കൂട്ടം മാത്രമല്ല, സഭയൊരു കെട്ടിടമല്ല. സഭയെന്ന് പറഞ്ഞാൽ സഭയിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ആടുകളാണ്. നിങ്ങളാരും പാസ്റ്ററിൻ്റെ ആടുകളല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആടുകളാണ്. അപ്പോസ്തലനായ പത്രോസ് അങ്ങനെയാണ് പറയുന്നത്,
ഫീഡ് ഗോഡ്സ് ഫ്ലോക്ക്. നിങ്ങളുടെ മേൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആടുകൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ദൈവത്തിൻ്റെ ആടുകളാണെങ്കിൽ, നിങ്ങളെ ദൈവം ഈ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിളിച്ച വിളി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തന്ന് ആ വിളിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകളും വരങ്ങളും എന്തെന്ന് കണ്ടുപിടിക്കുവാൻ നിങ്ങളെ സഹായിച്ച് നിങ്ങളെ സജ്ജമാക്കി പുറത്തേക്ക് അയക്കുന്ന ഒരു ട്രെയിനിങ് ഏജൻസിയാണ് ദൈവസഭ. ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് ഏറ്റവും വലിയ പ്രശ്നം. ഞാനും ഒരു ഒന്നാം തരം പെന്തക്കോസ്തുകാരനാണ്, മൂന്നാം തലമുറ പെന്തക്കോസ്തുകാരനാണെന്ന് കൂട്ടിയും അല്ല. ഞാനിപ്പം നിങ്ങളീ പറഞ്ഞ ന്യൂജൻ ചർച്ച് പാസ്റ്ററൊന്നും അല്ല കേട്ടോ. ഒരു സ്വതന്ത്ര ചർച്ചിലെ പാസ്റ്ററായിരിക്കാം, പക്ഷേ ഞാൻ ന്യൂജനൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരു കാലത്ത് ദൈവസഭ ഇങ്ങനൊന്നും അല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. ഈ സഭയൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പുറത്ത് കിടക്കുന്ന ആ ടെമ്പോ വാനുകളും ബസ്സുകളും കണ്ടാൽ അറിയാം അത് സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. അത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ എത്ര സഭയുടെ യാർഡിൽ ഇതുപോലെ സുവിശേഷീകരണത്തിനായിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ഈ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കാണുന്നില്ല. സുവിശേഷ വേലയ്ക്കായി പോകുന്ന, അല്ലേ, സുവിശേഷം പോയി പറയുവാൻ പോകുന്ന വാഹനങ്ങൾ സഭയുടെ മുറ്റത്ത് ഒത്തിരി ഞാൻ കാണുന്നില്ല. പാസ്റ്റർമാർ സഞ്ചരിക്കുന്ന നല്ല വാഹനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സുവിശേഷീകരണത്തിന് ഒരുമിച്ച് പോകുന്ന വാഹനങ്ങൾ ഒരുപാട് കാണാത്തിടത്ത് ഈ വാഹനങ്ങളെയൊക്കെ കണ്ടത് എനിക്ക് വലിയ സന്തോഷം. ദൈവമേ, എല്ലാ സഭകളും ഇതുപോലെ ഓരോ സഭയും കർത്താവെ സുവിശേഷീകരണത്തിനായി സാക്ഷിയായി പുറത്തേക്ക് പ്രാർത്ഥിച്ച് സജ്ജമാക്കി അയക്കപ്പെടുന്ന ഓരോ ഏജൻസികളായിട്ട് ലോക്കൽ സഭകൾ മാറണം എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഹ്വാനവും എൻ്റെ ആഗ്രഹവും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും അതുമാത്രമായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ. ഞാൻ വിഷയം വിട്ട് പോവുകയല്ല, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഒന്നുണ്ട്, ഇന്ന് ക്രിസ്ത്യാനികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയും കത്തോലിക്കരും അകത്തോലിക്കരും. അല്ല. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും അല്ല. ആത്മാവിൽ നിറഞ്ഞവരും ആത്മാവിനാൽ നിറയാത്തവരും അല്ല. ക്രിസ്ത്യൻസ് ക്യാൻ ബി ഡിവൈഡഡ് ബ്രോഡ്ലി ഇൻറ്റു ടു എന്ന് ഞാൻ പറയും. ഒന്ന്, സൺഡേ ക്രിസ്ത്യൻസ്. എന്താണ്? ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ആരാണ് ഈ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ? ഞാനിപ്പോഴും പറയാറുണ്ട്, സൺഡേ ക്രിസ്ത്യൻസ് ദേ ക്രൗഡ് ദ ചർച്ച്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവർ ഓടി ഞായറാഴ്ച ഒന്ന് കൂടിയിരിക്കും. ഒരു കൂടി വരുന്ന ഒരു കൂട്ടം, അല്ലേ? ഞായറാഴ്ച കൂടി വരുന്നൊരു കൂട്ടമല്ല സഭ. അവർ വെറും സൺഡേ ക്രിസ്ത്യൻസാണ്. അടുത്തത് മൺഡേ ക്രിസ്ത്യൻസ് എന്നൊരു കൂട്ടരുണ്ട്. അതായത് മൺഡേ ടു സാറ്റർഡേ. അതായത് അവർ ഈ തിങ്കൾ മുതൽ ശനി വരെ അവർ എവിടൊക്കെയാണോ ദേ ഇമ്പാക്ട് ദ സൊസൈറ്റി, അവരായിരിക്കുന്ന മേഖലകളിൽ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമൂഹത്തെ അവരെന്ത് ചെയ്യും? അവർ ഇമ്പാക്റ്റ് ചെയ്യും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഞായറാഴ്ച ഇവിടെ വന്നിട്ട് ഇവിടെ താമസിക്കുകയല്ലല്ലോ, അല്ലേ? നമ്മൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പോഴത്തേക്കും 3 അല്ലേലും പറഞ്ഞിട്ട് വേദോസ് കൊടുത്തിട്ട് നമ്മൾ ഓടി വീട്ടിൽ പോകും. അടുത്ത 6 ദിവസം നമ്മൾ എവിടേക്ക് ആയിരിക്കുന്നുവോ അവിടേക്ക് ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് മൺഡേ ക്രിസ്ത്യൻസ്. ഞാൻ പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ദർശനം ഒന്ന് മാറിയിരിക്കുന്നു. ഇന്ന് പല പാസ്റ്റർമാർക്കും ദേ ജസ്റ്റ് വോണ്ട് ടു സീ ദ റൂംസ് ഫിൽ, അല്ലെങ്കിൽ ദ ഹാൾസ് ഫിൽ. ആ കെട്ടിടം നിറയണം, അത്രയേ ഉള്ളൊരു പാസ്റ്ററുടെ ദർശനം. പക്ഷേ ഞാൻ പറയട്ടെ, ഇനിയത്തെ കാലത്ത് നമ്മുടെ ദർശനം നോട്ട് ഫില്ലിങ് ദ ഹാൾസ്, ഫുൾഫില്ലിങ് ദ മിഷൻ. നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൗത്യം നിറവേറ്റുന്നതായിരിക്കണം ഒരു സഭയുടെ ദൗത്യം. അല്ലാതെ സഭയ്ക്കുള്ളിൽ ആൾ നിറയ്ക്കുന്നതല്ല. സഭയ്ക്കുള്ളിൽ ആൾ നിറയാതിരിക്കും. ഈ ദൗത്യം നമ്മൾ പുറത്തു പോയി ചെയ്താൽ സഭയിൽ ആൾ നിറയും, അതിന് സംശയം എന്താ? പക്ഷേ നമുക്കൊരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. നമ്മൾ ക്രൂശിലേക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശുവനത്തിലേക്കൊക്കെ നമ്മൾ പോവും. പക്ഷേ അതിന് മുമ്പായിട്ട് ആമുഖമായിട്ടൊന്നുണ്ട് വാക്യങ്ങൾ വാക്യം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി. ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരിച്ചു. അതുകൊണ്ട് അപ്പോസ്തലൻ എന്താ ഇവിടെ പറയുന്നത്? അതേ ഭാവം, ക്രിസ്തുവേശുവിലുള്ള ഭാവം അത് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പറയാറില്ലേ, അയ്യോ ആ കുഞ്ഞിനെ കണ്ട ആ അപ്പനെ പറിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ അമ്മയെ പറിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ എന്നെയും നിങ്ങളെയും കണ്ട ക്രിസ്തുവിനെ പറിച്ചു വെച്ചുകൊണ്ടിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവില്ലല്ലേ? നമ്മളെ കണ്ടിട്ട് ആരേലും അയ്യോ
നിന്നെ കണ്ടേച്ച് എനിക്കെന്തോ ഒരു കർത്താവിനെ കണ്ട ഒരു പ്രതീതി. നമ്മുടെ മോന്ത കണ്ടിട്ടല്ലത് പറയുന്നത്, നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് പറയുന്നത്. അയ്യോ, നിന്നോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ, നിൻ്റെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിച്ചപ്പം, അയ്യോ എന്താണെന്നറിയത്തില്ല, എനിക്കെന്തൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ അടുത്തിരിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. എൻ്റെ വീട്ടിലോട്ട് വന്നപ്പം എന്താണെന്നറിയത്തില്ല, എനിക്കൊരു വലിയ ആശ്വാസം. കുറച്ച് നേരം എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പ്രത്യാശ വരുന്നു എന്നൊക്കെ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതോ നമ്മളോട് കുറച്ച് നേരം സമയം ചെലവഴിക്കുമ്പോൾ ഒന്ന് പോയി തരുമോ എന്നാണോ ഒരു മനസ്സുകൊണ്ടെങ്കിലും പറയുന്നത്? അല്ലേ? അങ്ങനെ ആയിരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ദിവസങ്ങളിൽ വാസ്തവമായിട്ട് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാണെങ്കിൽ അത് ഒരു വ്യത്യാസം തന്നെ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 3 I, വേറൊന്നുമല്ല. ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടുന്നത് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ചേർന്ന്, അതാണ് അവനോട് അനുരൂപമാകുക എന്ന് പറയുന്നത്. ഇൻറ്റിമസി, കർത്താവിനോടുള്ള സഹിത്വം. ആ കർത്താവിനോട് ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ആ കർത്താവിനെ ആയിരിക്കും നമ്മൾ പിന്നെ പ്രതിബിംബിക്കുന്നത്. ഇൻറ്റിമസി. ഈ ദിവസങ്ങളിൽ ദൈവസഭ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, അണ്ടിൽ ആൻഡ് അൺലെസ് വി ബിക്കം ഇൻറ്റിമേറ്റ് വിത്ത് ക്രൈസ്റ്റ്, നത്തിങ് അറൗണ്ട് വിൽ ചേഞ്ച്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കാര്യം, ഞാൻ എൻ്റെ കർത്താവിനോട് എത്രയും ചേർന്നിരിക്കുന്നുവോ, എൻ്റെ ആ അടുപ്പത്തിൽ നിന്നാണ് എന്നിലൂടെ ശുശ്രൂഷ പുറത്തേക്ക് വരുന്നത്. എത്ര പേർക്കത് മനസ്സിലായി? മിനിസ്ട്രി വിൽ ഫ്ലോ നോട്ട് ഔട്ട് ഓഫ് മൈ ഇൻ്റലക്ട്. ഞാൻ എത്രയും പഠിച്ചു എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് എത്രയും കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് എൻ്റെ ശുശ്രൂഷയൊന്നും വിളങ്ങത്തില്ല. ഞാൻ എത്രയും കർത്താവിനോട് അടുത്തിരിക്കുന്നുവോ അത്രത്തോളം എൻ്റെ ശുശ്രൂഷ അത് വിപുലമാകും. പ്രിയപ്പെട്ടവർ, എന്നെ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്രയും കർത്താവിനോട് ഇൻറ്റിമേറ്റ് ആവുന്നുവോ അത്രത്തോളം നമ്മളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ഉപയോഗിക്കും എന്നുള്ള എല്ലാവരും മൈക്കെടുത്ത് പ്രസംഗിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, ഒരു ചെറിയ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഈ പറഞ്ഞ പോലെ മറ്റു അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വാക്ക് വൈഭവം ഒന്നുമില്ലാത്ത ആളായിരിക്കാം. പക്ഷേ നിങ്ങളെ കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കർത്താവിനോടുള്ള ഇൻറ്റിമസി. ഒരു ബിഷപ്സ് ഹൗസിൽ ബട്ട്ലറായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചിലർക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, ബ്രദർ ലോറൻസ് എന്ന് പറയും. അദ്ദേഹം ഒരു പുസ്തകം ഒന്നും എഴുതില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ ഈ പറഞ്ഞ പോലെ പുസ്തകമായിട്ട് പിന്നീട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ അരമനയിൽ അദ്ദേഹത്തിൻ്റെ കുശിനിക്കാരനായിരുന്നു. പക്ഷേ ഈ കുശിനിക്കാരൻ എപ്പോഴും അദ്ദേഹം പാചകം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കർത്താവിനോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പറ്റിയൊരു തമാശ ഉണ്ട്. അദ്ദേഹം ഒരു മുട്ട ഈ ഓംലറ്റ് അടിക്കുമ്പം ഒരു മുട്ട നേരെ കരിയാതെ വരുമ്പം ഇയാൾ പെട്ടെന്ന് മുട്ട കുത്തി വെച്ച് ദൈവത്തിന് നന്ദി പറയും. കർത്താവേ, ഈ മുട്ട നന്നായിട്ട് വന്നാനായിട്ട് സ്തോത്രം. വല്ലതൊക്കെ കരിഞ്ഞു പോകണേ ഓർത്തോണം. ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോഴൊക്കെ സൗകര്യമാരെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കരിഞ്ഞു പോവും, അല്ലേ? ചിലപ്പോൾ പാല് തൂവി തിളച്ച് ഈ പറഞ്ഞ പോലെ പോവും. ഇതൊക്കെ സംഭവിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്താലും അരി നേരെ വാർത്ത് നല്ല പരുവത്തി വന്നാൽ അയാളോട് മുട്ടുകുത്തി ദൈവത്തിന് നന്ദി പറയും. അത്രയ്ക്ക് ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുക്കളയിൽ നിന്നിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ച് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. പെട്ടെന്ന് അവിടെ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കുള്ള മണി മുഴങ്ങും. അപ്പം അവിടെയുള്ള എല്ലാവരും, ബിഷപ്പും കന്യാസ്ത്രീമാരും അച്ഛന്മാരും അവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ചാപ്പലിൽ പ്രാർത്ഥനയ്ക്ക് പോകണം, മാസിന് പോകണം. അപ്പോൾ ഇദ്ദേഹം ദൈവത്തോട് പറയും, കർത്താവേ, കൊണ്ട് അവിടെ മണിയടിച്ചു, ഒന്ന് പോയി തല കാണിച്ചേച്ച് വരാം, എന്നിട്ട് വന്ന് നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് പറയും. ബാക്കി എല്ലാവരും ആ ചാപ്പലിൽ ചെന്ന് ആ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തോട് സംസാരിക്കുമ്പം ഈ കുശിനിക്കാരൻ മുഴുവൻ സമയവും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടായിരിക്കും. ഇപ്പം മനസ്സിലായോ? ഞായറാഴ്ച പ്രയർ സെൻറ്ററിനകത്ത് വന്നല്ല നിങ്ങൾ ദൈവത്തോട് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പകരവുമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുമ്പോഴും അവിടെയെല്ലാം ദൈവത്തോട് ഉള്ളം കൊണ്ട് സംസാരിക്കുകയും ഉള്ളം കൊണ്ട് ദൈവത്തോട് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം. അതാണ്. അപ്പോൾ ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ആ ഇൻറ്റിമസിയിൽ നിന്ന് വരുന്ന രണ്ടാമത്തൊരു കാര്യമുണ്ട്, ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ. എൻ്റെ സ്വഭാവത്തിനൊരു ഇൻറ്റഗ്രിറ്റി വരും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ന് വിശ്വാസികളെക്കുറിച്ച് സമൂഹം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്തുമാത്രമാണ് നമ്മളെ ട്രോൾ ചെയ്യുന്നതെന്നറിയാമോ? അതിന് കാരണമുണ്ട്. അവരെ കുറ്റം പറയേണ്ട കാര്യം, അവർ കാണുന്ന പലരും കാട്ടിക്കൂട്ടുന്നത് അങ്ങനെയുള്ളതാണ്. ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ല, ഒരു സത്യസന്ധതയില്ല, അല്ലേ? ഒരു ആത്മാർത്ഥതയില്ല. ഇത് നമ്മളെ ഇന്ന് സോഷ്യൽ മീഡിയ ഇട്ട് വലിച്ചു കീറുന്നതിന്
എന്താ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മളായിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അവരത് പറയുക. പക്ഷെ നമ്മുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ ഈ കർത്താവിനോടുള്ള എൻ്റെ അടുപ്പത്തിൽ നിന്ന് എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരണം. ഈ പ്രത്യേകിച്ച് ഈ കഠാനുഭവം ആഴ്ചയിലൊക്കെ അനേകം വചനമൊക്കെ നമ്മൾ കേൾക്കുന്നല്ലോ. ഈ കേൾക്കുന്ന വചനത്തിലൂടെയെല്ലാം എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം, ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം വരുമെങ്കിൽ ആ ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ അതെന്നെ തള്ളിവിടുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണെന്ന് സഭയിൽ വളരെ കുറവായി ഞാൻ കാണുന്നത്. എന്താണെന്നറിയാമോ? ഇൻറ്റൻസിറ്റി ഫോർ മിഷൻ, അല്ലേ? കർത്തൃവേല, അല്ലെങ്കിൽ ഈ സുവിശേഷം പോയി സകല ജാതികളോടും പറയുവാനുള്ള ഒരു ഇൻറ്റൻസിറ്റി, ഒരു 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 കുതിപ്പ് നമുക്ക് വേണം. ഒരു വലിയ താല്പര്യം വേണം, ഒരു വലിയ ദാഹം. കർത്താവേ, ഒരാൾ പോലും എൻ്റെ അറിവിൽ, ഞാൻ അറിയുന്ന ഒരാൾ പോലും നിത്യതയിൽ നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ. നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടയാണോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടയാണോ? നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടയാണോ? അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ ഇനിയും രക്ഷിക്കപ്പെടുവാനില്ലേ? നമ്മുടെ അയൽവക്കത്ത് എത്രയോ പേർ ഇനിയും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതർ, എന്നും നാൾതോറും നമ്മൾ ഇടപെടുന്ന പലരും നിത്യത നമ്മളെ കൂടാതെ അവർ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഉള്ളിടത്തോളം കാലം വി ഷുഡ് ഹാവ് എൻ ഇൻറ്റൻസിറ്റി ഫോർ മിഷൻ. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കണ്ടോ? അത് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ താഴോട്ട് പോയത് കണ്ടോ? ഞാൻ ആരെയും കുറ്റം പറയല്ല പ്രിയപ്പെട്ടവർ. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഉള്ള പ്രശ്നം ഇതാ. വെനെവർ ഐ ടോക്ക് അബൌട്ട് മിഷൻസ്, നിങ്ങൾ ചിന്തിക്കും ഇയാളെ എവിടെ നിന്ന് കിട്ടി? ഒരു നല്ലൊരു ദിവസം, ഇന്ന് പ്രത്യേകിച്ച് അവധി, എല്ലാവരും ഉള്ള ദിവസം, ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് നല്ലോണം ഒന്ന് ആരാധിച്ച് എനിക്കൊരു വിടുതലൊക്കെ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ച് ഞാൻ വന്നത്. എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ എന്നൊരു പരിഹാരം ഉണ്ടാവുമെന്നും പറഞ്ഞൊക്കെ ഞാൻ വലിയ ആവലോടെ വന്നപ്പോൾ ഇയാളെ കണ്ട് കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ പറയും. എന്തോ മിഷൻസ് ഒന്നോ, തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു പ്രേക്ഷിത ദൗത്യമുണ്ട്. ആ ദൗത്യം നിറവേറ്റുന്നതാണ് സഭയുടെ ദൗത്യം. ആ ദൗത്യത്തിൽ നിന്ന് സഭയ്ക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റും പ്രത്യേകിച്ച് ലോക സംഭവങ്ങൾ ഓരോന്നും വിളിച്ചു പറയുന്നത് എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഒരു പക്ഷേ 20 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ് ഈ വേദവസ്തു എടുത്തിട്ട് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം അന്ന് നമ്മുടെ അപ്പച്ചന്മാർക്കൊന്നും ഒത്തിരി ഒന്നും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ വചനത്തിലുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. മറ്റൊരു സാമ്പിൾ കാണിക്കാൻ, ഒരു ഉദാഹരണം പറയാനില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മണിക്കൂറിലും എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ. ഒന്ന് ഓർത്തോണം, നമ്മൾ ചുറ്റും നടക്കുന്നത് കണ്ടിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കരുത്. ബൈബിൾ തുറന്നു വെച്ചിട്ട് ഇതിലുള്ളത് പുറത്തുള്ള സംഭവങ്ങളായിട്ട് ചേർന്ന് വ്യാഖ്യാനിക്കണം. ഇന്ന് ഞാനൊരു അപകടം കാണുന്നു, ചുറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു യുദ്ധമോ എവിടെയെങ്കിലും ഒരു കാര്യം കാണുമ്പോഴോ പെട്ടെന്ന് നമ്മൾ അതെടുത്തുകൊണ്ട് വന്ന് ഈ വാക്യമായിട്ട് അല്ലല്ലല്ല, ഇത് തുറന്നു വായിക്കുമ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പുള്ള അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ബൈബിൾ നോക്കി വ്യാഖ്യാനിക്കണം. അമേരിക്കയെ നോക്കിയോ ഇറാനോ ഇസ്രായേലിനെ നോക്കിയോ അല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. ഇത് നോക്കണം, ഇതിലുണ്ട്. ഇപ്പോഴത്തെ ഈ കീ പ്ലേയേഴ്സ് എന്ന് പറയുന്ന പലരും ഈ കളത്തിൽ നിന്ന് അവർ ഔട്ടാവും. ഇനി ചിലർ പുതുതായിട്ട് വരും, പക്ഷെ അവർ പുതുതായിട്ടല്ല വരുന്നത്, ആയിരക്കണക്കിന് വർഷം മുമ്പേ ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ചിലരും കൂടെ ഇതിലേക്കൊക്കെ വരേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പേ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കർത്താവ് വരും. നമ്മൾ കാത്തിരിക്കേണ്ടത് അന്തിക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയല്ല. നമ്മൾ കാത്തിരിക്കേണ്ടത് ചുമന്ന പശുവിനെ അവിടെ യാഗം കഴിക്കുന്നത് കാത്തിരിക്കുകയല്ല, നമ്മൾ അവിടെ ആലയം പണിയുന്നത് കാത്തിരിക്കുന്നതുമല്ല. നമ്മൾ കാത്തിരിക്കുന്നത് എൻ്റെ കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരും. അവൻ എന്നെ ചേർക്കുവാൻ വരുമ്പോൾ, ആ കാഹളം കേൾക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ മരിച്ചു മണ്ണിനടിയിൽ പോയാൽ ഞാൻ രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കും. അല്ല, ഞാൻ ജീവനോടെ ഇരുന്നാൽ, ഞാൻ കണ്ണു വയ്ക്കുന്നവനോടിൽ ഞാൻ പറന്ന് അവനോടൊപ്പം ആയിരിക്കും. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ ഒന്നും നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് ദയവായി 2 കൈയും കൂപ്പിക്കൊണ്ട് പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു മാറിയേക്കുക. ഇന്ന് സഭയിൽ ഏറ്റവും പിശാചൊരു വഞ്ചന എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ അങ്ങ് കയറ്റിവിടും. ആവശ്യമില്ലാത്ത ചർച്ചകൾ, ആവശ്യമില്ലാത്ത ഈവൻ പ്രസംഗങ്ങളിൽ പോലെ ആവശ്യമില്ലാത്ത വിഷയങ്ങളായി കയറി വരുന്നേ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്നത്തെ പൊളിറ്റിക്കൽ ഇസ്രായേൽ, ഞാൻ പരസ്യമായിട്ട് പറയാം,
പൊളിറ്റിക്കൽ ഇസ്രായേൽ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും നമ്മുടെ അനുവാദമില്ല, നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നറിയാം, അവസാനം കർത്താവിൻ്റെ വരവുണ്ട്. അതിന് മുമ്പായിട്ട് ദൈവം ചില പദ്ധതികൾ വെച്ചിട്ടുണ്ട്. നാം ജാതികളായി നമ്മളും കൂടെ അകത്ത് വരുവാൻ ദൈവത്തിന് കരുണ തോന്നി. ഇനിയും അനേക ജാതികൾ അകത്തേക്ക് വരണം. ഇസ്രായേലിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. അത് കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അത് കർത്താവ് ചെയ്യട്ടെ, അത് കർത്താവിന് വിടുക. അത് ഒരു ലോക നേതാവുമല്ല അത് ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കപ്പെടരുത്. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഒത്തിരി നിഷ്കളങ്ക വിശ്വാസികൾക്ക് ആ ഒരു വാക്യം മാത്രമേ അറിയാവൂ. പുതിയ നിയമ വിശ്വാസി യെരുശലേമിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ലോക നേതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേലിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇറാനിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയെ മടക്കി കൊണ്ടുവരണമേ, ദൈവസഭയെ മടക്കി കൊണ്ടുവരണമേ, ദൈവസഭയെ മടക്കി കൊണ്ടുവരണമേ. സഭയിലുള്ള എൻ്റെ നിങ്ങളുടെയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും താല്പര്യവും പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം കൂടെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 24. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇത് അപ്പോസ്തലൻ പറഞ്ഞതാണെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെ ആയിരിക്കണം. എന്തായിരിക്കണം? ഒന്നാമത്തത്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് ഞാനും നിങ്ങളും പറയാത്തിടത്തോളം കാലം നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായി എണ്ണിക്കൊണ്ടിരുന്നാൽ കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ കർത്താവിന് ഒന്നും ചെയ്തെടുക്കുവാനും കഴിയില്ല. നമുക്ക് കഴിയുന്ന ഒറ്റ കാര്യം, നമ്മുടെ പ്രാണനെ മാത്രം നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാണനെ നമ്മൾ സൂക്ഷിക്കുകയല്ല, നമ്മുടെ പ്രാണനെ അവൻ കാക്കുന്നു. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടം കർത്താവ് എന്നെ ഏൽപ്പിച്ച് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഓട്ടം. അടുത്തത്, ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പവർ വിഷനിൽ നിങ്ങൾക്കറിയാം, ഫെബ്രുവരി മാസത്തിൽ 28 ദിവസം ദൈവരാജ്യത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാൻ ഈ പാവപ്പെട്ടവൻ്റെ ദൈവം ഒരു അവസരം തന്നു. അതിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. ദ കിങ്ഡം ഈസ് മച്ച് ബിഗ് ഓർ ബിഗർ ദാൻ വി തിങ്ക്. ദൈവരാജ്യം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മുടെ പ്രശ്നം, ദൈവരാജ്യത്തിൻ്റെ വലിപ്പം നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും കൊച്ചു കൊച്ചു തുരുത്തുകളിൽ, നാടൻ ഭാഷയെ പറഞ്ഞാൽ കിണറ്റിക്കിടക്കുന്ന തവള പോലായിപ്പോയി. നമ്മുടെ ഡിനോമിനേഷൻ, നമ്മുടെ സഭ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മിഷൻ അല്ല, അതൊക്കെ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ കാര്യമാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം നിൻ്റെ രാജ്യം വരണമേ. യേശു പ്രസംഗിച്ച് തുടങ്ങിയത് രാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എടുത്തു നോക്കിയാലും രാജ്യത്തിൻ്റെ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടവരാണ് ഞാനും നിങ്ങളും. അടുത്തത്, യേശു എനിക്ക് തന്ന ശുശ്രൂഷ. നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് തന്ന ചില ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷ നിങ്ങൾ തികച്ചേ പറ്റൂ. നിങ്ങൾക്ക് പകരം വേറൊരാൾക്കത് തികയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പകരം നിങ്ങളുടെ പാസ്റ്റർക്കും തികയ്ക്കാൻ കഴിയില്ല. നിങ്ങളെ വിളിച്ചൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളെ സജ്ജമാക്കി അയക്കും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഈ വരുന്ന ആളുകളിൽ പാസ്റ്ററെ ഞാൻ പറയുക, ദൈവസഭ പുറപ്പെട്ടു പോകും. അവർ പുറപ്പെട്ട് സാക്ഷികളായി പോയി അനേകരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയുള്ള കാലങ്ങളിലേക്ക് ആ ദൈവസഭ മാറ്റപ്പെടാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ! മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 37 to 39. മത്തായി 10. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അല്ലല്ലോ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം, ആദ്യം അപ്പൻ അമ്മ, 2
മകൻ, മകൾ. അടുത്തത് 38 വാക്യം. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു തടിക്കഷ്ണം ക്രൂശായിട്ട് 2 കഷ്ണം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ക്രൂശ് എടുത്ത് ഒത്തിരി പേരിന്ന് പോകുന്നുണ്ട്. നമ്മൾ അവരെ കുറ്റം പറയണ്ട. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവനവനൊരു കുരിശ് തന്നിട്ടുണ്ട്. ആ കുരിശ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യം ഇതേ കാര്യം ഇവിടെ ഉണ്ട്. അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നത് അപ്പൻ, അമ്മ, മക്കൾ അവരെ ദൈവത്തെക്കാട്ടിലും നമ്മൾ പ്രിയപ്പെടരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് നമ്മുടെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഇന്നെന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് കൈകുപ്പിക്കൊണ്ട് പറയാം, മക്കളെ ദൈവം തന്നതിനായിട്ട് സ്തോത്രം. പക്ഷേ അവരെ ഒരിക്കലും ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ലൂക്കോസ് 14:26 മുതൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വീണ്ടും ശിഷ്യനായിരിക്കുവാൻ ആർക്ക് കഴിയും? എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരുന്നവന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ സഭയിലെ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണ്. യു ഹാവ് ടു. പകയ്ക്കുക എന്നൊരു പദം മലയാളത്തിൽ കിടക്കുന്നത് അത് ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ആണ്. ആ അർത്ഥമല്ല. യു ഹാവ് ടു ലവ് ലെസ് എന്നേ ഉള്ളൂ. അതായത് ദൈവത്തെക്കാട്ടിലും ആരെയൊക്കെയാണ്? അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി. ഇപ്പം വായിച്ചപ്പം ഭാര്യയും അതിനകത്ത് വന്നു. പിന്നെന്താണ്? സഹോദരന്മാരും വന്നു. അടുത്തത് സ്വന്തം ജീവൻ. സ്വന്തം ജീവനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലേ? നമ്മൾ മനുഷ്യർ സ്വസ്നേഹികളായി തീരുമെന്ന് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും സ്വസ്നേഹികളാണ്. ഇംഗ്ലീഷിൽ ലവേഴ്സ് ഓഫ് ദെംസെൽസ് എന്നാണ്. നമുക്ക് ആരോടെ സ്നേഹമുള്ളൂ? നമ്മോടെ സ്നേഹമുള്ളൂ. ഒരു കവിതയുണ്ട്, അതിനകത്ത് കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടോ? അപ്പോൾ അയാൾ ഉത്തരം പറയുക, അത് കഴിഞ്ഞിട്ട് വേണ്ടേ? അതിൻ്റെ അർത്ഥം ഒരു ജീവിതം തന്നെ നമുക്ക് നമ്മളെ സ്നേഹിച്ചിട്ട് പോരാ. ഒരു ജീവിതം പോരാ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും സ്തുതിക്കാനും അല്ല ഒരു ജീവിതം. നമുക്ക് നമ്മെ സ്നേഹിക്കാനൊരു ജീവിതം പോരാ. പിന്നല്ലേ അടുത്ത അവരെ സ്നേഹിക്കുന്നത്. ഇവിടെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ശിഷ്യൻ്റെ ഒന്നാമത്തെ ഗുണം, അവൻ തൻ്റെ സ്വന്തം ജീവനെ പോലും അവനെന്ത് ചെയ്യും? പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കഴിഞ്ഞേ ഉള്ളൂ എൻ്റെ ജീവൻ, ദൈവത്തെ കഴിഞ്ഞേയുള്ളൂ എൻ്റെ മാതാപിതാക്കൾ, ദൈവത്തെ കഴിഞ്ഞേയുള്ളൂ എൻ്റെ മക്കൾ, ദൈവത്തെ കഴിഞ്ഞേയുള്ളൂ എൻ്റെ സഹോദരി സഹോദരന്മാർ, ദൈവത്തെ കഴിഞ്ഞേയുള്ളൂ എൻ്റെ ഭാര്യ. തമാശ എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തോട് ഇത് ചോദിക്കണം. അല്ലെങ്കിൽ പൗലോസിനോട് ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യേശുവാണ് ഇത് പറഞ്ഞത്, പിന്നീട് അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലുള്ള ഒരു ബന്ധങ്ങളും ദൈവത്തെക്കാട്ടിലും അവരെ സ്നേഹിക്കുന്ന ഒരു ബന്ധമായി മാറരുത്. അതിനൊരു ആമേൻ പറയാമോ? ആമേന് ശക്തി കുറഞ്ഞു വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതിനർത്ഥം വി ഹാവ് ടു ടേക്ക് അവർ ക്രോസ്. നമ്മുടെ ക്രൂശ് എടുത്തോണ്ടാണ് നമ്മൾ അവൻ്റെ പിന്നാലെ പോകേണ്ടത്. ഒരു ശിഷ്യൻ എടുക്കേണ്ടത് നമ്മുടെ ക്രോസാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഏതാണ് ഈ എൻ്റെ കുരിശ്? പണ്ട് ആരാണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയാണ് ബ്രദറെ എൻ്റെ കുരിശ്. അല്ല, ഭാര്യയും ഭർത്താവും, കുടിയനായ ഭർത്താവാണ് എൻ്റെ കുരിശ്. അല്ല പാസ്റ്റർമാരെ, ഞങ്ങൾ പറയും ചില വിശ്വാസികൾ കുരിശാ. സത്യം പറഞ്ഞാൽ അല്ല, ഒരു മനുഷ്യരുമല്ല ക്രൂശ്. ഈ കുരിശ് എടുത്തുകൊണ്ട് നമ്മൾ അവൻ്റെ പിന്നാലെ പോയാൽ ദർ ഇസ് ട്രെമൻഡസ് പവർ ഇൻ ഇറ്റ്. ക്രോസ് ബെയറിംഗ് എന്നൊരു പദം ഞാനതായി പറഞ്ഞു വരുന്നത്. ക്രൂശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തിയുള്ളൊരു കാര്യം മറ്റൊരു കാര്യമില്ല. ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ പോയാൽ എൻ്റെ ജീവിതം പിന്നെ എന്തായിരിക്കുമെന്ന് ഇനിയും നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ, നമ്മൾ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ക്രൂശ് ചുമക്കുന്നതിനെ പറ്റി ഇന്ന് ഒരുപാട് നമ്മൾ കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ ക്രൂശ് പലപ്പോഴും യാത്ര ചെയ്യും, ഞാൻ ക്രൂശെ നോക്കി, അല്ലെങ്കിൽ കുരിശുമെടുത്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ ഒത്തിരി പാട്ടൊക്കെ പാടും. പാട്ട് പാടിയ ക്രോസ് ബെയറിങ് ആവുന്നില്ല. പാട്ട് പാടാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ, പക്ഷേ പാട്ടല്ല ഇനി പാടേണ്ടത്. ശരിക്കും ഞാൻ കുരിശെടുത്ത് അവനെ പിൻഗമിക്കണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഹൗ മെനി ഓഫ് യു ആർ ഹേർട്ട് ബൈ ക്രിസ്ത്യൻസ് ഓർ മേ ബി ബൈ അതർ ബിലീവേഴ്സ്?
എൻ്റെ സഹോദരങ്ങളാൽ എനിക്ക് മുറിവേറ്റു എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ അടിയുടെ പാടുകളൊക്കെ എന്താ? എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് മുറിവേറ്റതാ എന്നൊരു വാക്യം ബൈബിളിലുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ മുറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്, നമ്മളായിരിക്കുന്ന ദൈവഭവനങ്ങളിൽ നിന്നാണ്, അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്നായിരിക്കാം ചിലക്ക് മുറിവുണ്ടാകുന്നത്. ഓർക്കുക, അവർ ശരിക്കും പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ടു യു. അവർ വലിയ കാര്യമാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. എന്താണെന്നറിയാമോ? അവർ ഓരോ പ്രാവശ്യവും നിങ്ങളെ മുറിക്കുമ്പം, ഓരോ പ്രാവശ്യവും നിങ്ങളെ വേദനിപ്പിക്കുമ്പം, ഓരോ പ്രാവശ്യവും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പം, ഓരോ പ്രാവശ്യവും നിങ്ങൾക്കൊരു വേദന അവർ തരുമ്പം ഓർത്തോണം, അവരൊരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അവർ വലിയൊരു ഉപകാരമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, ഒരു വലിയ സഹായമാണ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? ഇഫ് യു യൂസ് ഇറ്റ് കറക്റ്റ്ലി, ആ നിങ്ങൾക്കുണ്ടായ ആ മുറിവ്, അതിനെ നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെ സേവിക്കുകയായിരുന്നു. ദേ വർ സെർവിങ് യു, ദേ വർ ഹെൽപ്പിങ് യു. കാര്യം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഒരുക്കുന്നതിന് ഈ സഭയിലെ പാസ്റ്റർമാരെ മാത്രമല്ല ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ചിലരെ കൂടെ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വെച്ചിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ചെയ്യുന്നൊരു വലിയ ഉപകാരമാണ്. നിങ്ങൾ ഇത്രയും നാൾ അവരെനിക്ക് വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, അവരെ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ അവിടെ വെച്ചിരിക്കുക. എന്തിനാ? നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കിയെടുത്ത് ആ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ വരുവാനായി അവർ നിങ്ങളെ സഹായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ അർത്ഥം there are certain things which you can't do for yourself. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾക്കൊരു ക്രൂശിൽ കയറി ക്രൂശിക്കപ്പെടണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയൊരു ക്രൂശിൽ കയറി ക്രൂശിക്കപ്പെടാൻ പറ്റുമോ? പറഞ്ഞേ, നിങ്ങൾ ഇന്നുവരെ അത് ചിന്തിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ ഈ കൈ കൊണ്ട് നൂത്ത് വെച്ച് ഒരാണി അടിച്ചേ പറ്റൂ, ഇപ്പുറത്തെ കൈ നൂത്ത് വെച്ച് ഒരാണി അടിച്ചേ പറ്റൂ, ആരെങ്കിലും എൻ്റെ കാലിൽ ഒരാണി അടിച്ചേ പറ്റൂ, ആരെങ്കിലും ഒരു മുൾക്കിരീടം തന്നേ പറ്റൂ, ആരെങ്കിലും ഒന്ന് കന്നത്ത് അടിച്ചേ പറ്റൂ, ആരെങ്കിലും ഈ രോമം പിടിച്ച് പറിച്ചേ പറ്റൂ, ആരെങ്കിലും മുഖത്തൊന്ന് തുപ്പിയേ പറ്റൂ, ആരെങ്കിലും ഈ ഉടുപ്പ് വലിച്ച് എടുത്തേ പറ്റൂ, ആരെങ്കിലും ഒരു ഈട്ടിയെടുത്ത് കൂത്തിയേ പറ്റൂ. ശരിയാണോ? അല്ലേ? അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് അതാത് സമയം ചെയ്തോളും. ഒരുപക്ഷേ ഒരു ദുഃഖവെള്ളിയാഴ്ച ഇങ്ങനൊരു പ്രസംഗമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നതാണ്, നമ്മുടെ ജീവിതത്തിലുള്ള മുറിവുകളും വേദനകളും നമുക്കുണ്ടായ ചില ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ, അതാരൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നുവോ അവരെല്ലാം ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടവരാണ്. അവർ ചെയ്തത് ദൈവത്തിന് വേണ്ടി അവർ പണിയെടുക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ. പക്ഷേ എല്ലാം സകലവും അത് നന്മയ്ക്കായിട്ട് ദൈവമാണ് കൂടി വ്യാപരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെയാണ് എന്നെ അനുഗമിപ്പിന്ന് യേശു വിളിച്ചെങ്കിൽ ചാടി എഴുന്നേറ്റ് മീൻ മലയും ഒക്കെ ഇട്ടേച്ച് പത്രോസും കൂട്ടി എഴുന്നേറ്റ് ഓടിപ്പോയെന്നറിയാം. ചുങ്കത്തറയിലിരുന്ന ഈ പറഞ്ഞ പോലെ മത്തായി അത് ഇട്ടേച്ച് പോയെന്നറിയാം. അപ്പം നമ്മളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇട്ടേച്ച് യേശുവിൻ്റെ പുറകെ പോയിന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അനുഗമിക്കുക എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ പോകുന്നൊരു കാര്യമാണ് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അതാണ് ശരിക്കും ഫോളോയിങ് ജീസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ എത്രത്തോളം ഈ ക്രൂശ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ക്രൂശ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇറ്റ്സ് ഡെത്ത്, അത് മരണമാണ്. ശരിയല്ലേ? മരണമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പിൻ. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ആ യാഗപീഠത്തിൽ വെച്ച് മരിപ്പിച്ചേ പറ്റൂ. എത്ര പേർക്ക് അത് മനസ്സിലായി? അല്ലേ? അങ്ങനെയാണ് ഞാൻ വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, ഒരിക്കലായിട്ട് കർത്താവ് എനിക്ക് പകരമായി ക്രൂശിൽ കയറി മരിച്ചു, ഇനി ഞാൻ ക്രൂശിക്കപ്പെടുന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. എൻ്റെ അർത്ഥം, നീ മരിച്ച് നീ നിന്നെ തന്നെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിന്നിലൂടെ ജീവിക്കത്തുള്ളൂ. ഇന്നത്തെ പ്രശ്നം, നമ്മളിപ്പോഴും മരിച്ചിട്ടില്ല, നമ്മളാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളിൽ വെളിപ്പെടാത്തത്. പലപ്പോഴും ക്രിസ്തുവിൻ്റെ ഭാവമല്ല നമ്മളുടെ ഭാവം. നമ്മളുടെ ഭാവം നമ്മളുടെ ഭാവമാണ്. അത് ലോകത്തിൻ്റെ ഭാവമാണ്, അത് ജഡത്തിൻ്റെ ഭാവമാണ്, ചിലപ്പോഴെങ്കിലും അത് സാത്താന്യ ഭാവമാണ്.
അതുകൊണ്ട് ഇന്ന് മടങ്ങി വന്ന് ഈ വചന കേൾവിയുടെ മുന്നിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ എനിക്ക് എൻ്റെ ഭാവം വെളിപ്പെടണ്ട, ലോകത്തിൻ്റെ ഭാവം വെളിപ്പെടണ്ട, എനിക്ക് കർത്താവേ അങ്ങയുടെ ഭാവം എന്നിൽ വെളിപ്പെടണം. പക്ഷേ അങ്ങയുടെ ഭാവം വെളിപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ കുരിശെടുത്ത് എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ പോകണം. ഒരു ഭക്തനിങ്ങനെ പറഞ്ഞു, യുവർ ക്രൂസിഫിക്ഷൻ വിൽ ഹാപ്പൻ ബൈ ഗോഡ്സ് ഡിസൈൻ. ദൈവം നിനക്കൊരു ക്രൂശീകരണം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിൻ്റെ ഒരു ആയുസ് കൊണ്ടേ ആ ക്രൂശീകരണം തീരത്തുള്ളൂ, പേടിക്കണ്ട. യേശുവിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി ആൾ പോയി. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരിക്കുമോ അല്ലേ, ആ അവസാന ശ്വാസം വരെയും ആ ക്രൂശീകരണം നടന്നുകൊണ്ടിരിക്കും. ഇനി ആർക്കെങ്കിലും ഒരു സ്തോത്രം പറയണോ? ഉണ്ടോ? ക്രൂശും മരണവും പറയുമ്പോൾ നമ്മുടെ സ്തോത്രമൊക്കെ പോവും പ്രിയപ്പെട്ടത്. അത് ഞാനായാലും അങ്ങനെ, നിങ്ങളായാലും അങ്ങനെ. കാര്യം വേദന നമുക്കിഷ്ടമല്ല. നമ്മൾ വേദന ആരാ ഇഷ്ടപ്പെടുന്നത്? നമ്മളാരും വേദന ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷേ ക്രൂശിൽ വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി പിന്നാലെ പോകുന്നതിനൊരു വേദനയുണ്ട്. അതിനൊരു വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ശരിക്കും ഞാൻ ഒരു വൈ ഈസ് ഇറ്റ് സോ ഹേർട്ടിങ്? മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ, മറ്റുള്ളവർ എനിക്ക് നേരെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേദന? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഇന്ന് ആരോടും നമ്മളൊന്ന് അടുത്തിരുന്ന് സംസാരിക്കുമ്പം അവർക്ക് ഒത്തിരി സങ്കടങ്ങൾ പറയാനുണ്ട്. എന്തുവാ ഈ സങ്കടമെന്നറിയാമോ? ഓരോരുത്തരും അവരോട് ചെയ്ത ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ പറഞ്ഞ് അവർ ഈ സങ്കടം പറയുന്നത്. അത് വിശ്വാസികളായാലും ശരി, ഞങ്ങൾ ദൈവദാസന്മാർ ചിലപ്പോഴും ചിലരോടൊക്കെ ഇരിക്കുമ്പോഴും പലരും അവരുടെ ശുശ്രൂഷയിലുള്ള അനുഭവങ്ങൾ, വേദനകൾ പറഞ്ഞ് കരയാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വേദനിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ കാരണമില്ല. എന്തുകൊണ്ട് വേദനിക്കുന്നത് ചോദിച്ചാൽ ചത്തിട്ടില്ല, അതുകൊണ്ടാണ് വേദനിക്കുന്നത്. ഇന്ന് നിങ്ങളൊന്നും ഈ മനുഷ്യൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഒന്നും നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലും ഞാനൊന്ന് ചത്തോന്നൊന്ന് ശരിക്കും ഒന്ന് ഉറപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവും. ആരെങ്കിലും ചാകാതെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ചത്തിട്ടല്ലാതെ ഇവിടെ നിന്ന് പോരും. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു സൗത്ത് ആഫ്രിക്കക്കാരനൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു വെള്ളക്കാരനാണ്, സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇത് ഞാനുമായിട്ട് നല്ല ബന്ധം. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പം ഞങ്ങളോടൊത്ത് താമസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, തിരിച്ചു പോയി. അദ്ദേഹം ഏറെ വർഷങ്ങളായി ഇന്ത്യയിൽ വന്ന് കർത്താവിൻ്റെ വേല ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന ഒരാളും കൂടിയാണ് പണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ള അനുവാദമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കഥ, അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിലൊരു പ്രവർത്തനം കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ താൻ അവിടെ കൂടിക്കൊണ്ടിരുന്ന സഭയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടായി. ആ സഭ തന്നെയാണ് തന്നെ പ്രാർത്ഥിച്ച് സുവിശേഷന് തന്നെ വിട്ടത്. പക്ഷേ തിരിച്ചു ചെന്നപ്പം ആ സഭ തന്നെ തള്ളിക്കളഞ്ഞു. വളരെ വേദനിപ്പിക്കുന്ന അനുഭവം തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ഉണ്ട്. അവർ രണ്ടുപേരും ഈ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പം അവരുടെ ഹൃദയം തകരുമാറുണ്ടായ ചില അനുഭവങ്ങളുണ്ടായി. അവർ പിന്നെ എങ്ങും പോകാതെ, സഭയിലും പോകാതെ, ആരെയും കാണാതെ വീട്ടിലടച്ചിരിപ്പായി. ചില നാളുകൾ അങ്ങനെ ഇരുന്ന് ദൈവത്തോട് മാത്രം ഈ സങ്കടം പറയുകയും ദൈവത്തോട് നിരാശയൊക്കെ ദൈവത്തോട് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ ചിന്തിച്ചു, അവരുടെ ഒരു മെൻറ്റർ, അതായത് ഒരു സീനിയർ ഒരു ദൈവദാസൻ അടുത്തൊരു പട്ടണത്തിലുണ്ട്. അദ്ദേഹമാണ് ആദ്യകാലങ്ങളിൽ ഇവരെ ഈ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ഈ കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ പരിശീലിപ്പിച്ച ഒരു ദൈവദാസൻ ജീവനോടുണ്ട്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം അദ്ദേഹത്തോടൊന്ന് ഇരിക്കാം, സംസാരിക്കാം, നമ്മുടെ ഈ സങ്കടമൊക്കെ അദ്ദേഹത്തോടൊന്ന് പറയാം, അദ്ദേഹം എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഇവർ വളരെ ആവലോട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അതേ ഇവർ രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തി. എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞാട്ട്. അദ്ദേഹത്തിൻ്റെ ഡൈനിങ് ടേബിളിലോട്ടാണ് ഇവരെ രണ്ടുപേരും ഇരുത്തിയത്. ഇദ്ദേഹം എഴുന്നേറ്റ് പോയി ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് രണ്ടുപേർക്കും കൊടുത്തു. ഇവർ രണ്ടുപേരും കുടിച്ചു. ചെന്നപാടെ ഇവർ ഭാര്യയും ഭർത്താവും ഇവർക്കുണ്ടായ സങ്കടങ്ങളും മുറിവുകളും വേദനകളും എല്ലാം അങ്ങോട്ട് ഒന്നും ബാക്കി വയ്ക്കാതെ മുഴുവൻ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇത് ഓരോന്നും പറയുമ്പോൾ ഇവർക്ക് വലിയൊരു ആശ്വാസമുണ്ട്. ഇത് ഇങ്ങോട്ട് ഇല്ല ഭാരം ഇറക്കി വയ്ക്കുന്ന പോലെ ഇവരങ്ങ് പറയുക. അപ്പോൾ ഈ ദൈവമനുഷ്യൻ മുഖത്തൊരു വികാരവും ഇല്ലാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് പോയി ആ കാപ്പി എടുത്തുകൊണ്ട് വരും, കൊടുക്കും. കാപ്പി കുടിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറച്ച് കാപ്പി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഇദ്ദേഹം വന്ന് ആ ഡൈനിങ് ടേബിളിൽ അവരുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ, കഴിഞ്ഞോ? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ് ഏകദേശം ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഇദ്ദേഹം മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ചിന്ത, ഇവരെല്ലാം പറഞ്ഞു കഴിയുമ്പം ഈ ദൈവദാസൻ ഇവരെ ആശ്വസിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അത് കേൾക്കാൻ വേണ്ടി ഇവരിങ്ങനെ രണ്ടുപേരും ഇരിക്കുക. ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് അക്ഷമയായപ്പം ചോദിച്ചു, ബ്രദർ, ഞങ്ങൾ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും നേരം ഞങ്ങളുടെ സങ്കടമൊക്കെ പറഞ്ഞു വെച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം എഴുന്നേറ്റു, എങ്ങോട്ടോ നോക്കി നിന്നിട്ട് പതുക്കെ ഇവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഡൈ മാൻ ഡൈ, ചാവടോ മനുഷ്യ ചാവ്. കാര്യം മനസ്സിലായോ? ഇന്ന് നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയും, എടാ ചാവടാ, എടി ചാവ്, മോളെ നീ ചാവ്. ചാവാത്രത്തോളം കാലം നമ്മളിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദുഃഖവെള്ളിയാഴ്ച എന്നെ ദൂരത്തിരുന്ന് കേൾക്കുന്നുവെങ്കിലും ഇതുവരെയും നിങ്ങൾ ഈ സങ്കടം തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ്, ഈ പരാതി തന്നെയാണ് പറഞ്ഞ്, അത് എത്രയും പേരോട് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് അത്രയും ആശ്വാസം കിട്ടുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും പറയുന്നൊരു ഉപദേശം, ഡൈ മാൻ ഡൈ. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ എളുപ്പമുണ്ട്, ഇല്ലെങ്കിൽ ഈ ക്രൂശിൽ കിടന്ന് ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കത്തേ ഉള്ളൂ. ക്രൂശിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ കൂടെ നിന്നവർ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ട് പോവും, നമ്മളെ ഒറ്റിക്കൊടുത്തിട്ട് പോവും. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശെന്തോന്നറിയാമോ? നമ്മൾ വിശ്വസിച്ചവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവരും നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യും. എന്നെ സഹായിക്കേണ്ട, അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നവരും നമ്മുടെ കൂടെ കാണത്തില്ല. അവരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ എളുപ്പമായി. പക്ഷെ എൻ്റെ ചോദ്യം, ആ മരണം വരിക്കാൻ നമ്മൾ തയ്യാറാണോ? ആ ഏകാന്തത എന്നൊരു മരണമുണ്ട്. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പം, ഞാൻ അപമാനിക്കപ്പെടുമ്പം, അതൊരു മരണം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഈ തള്ളിപ്പറഞ്ഞവരും ഈ ഒറ്റിക്കൊടുത്തവരും തൻ്റെ ഏറ്റവും അടുത്ത 3.5 കൊല്ലം കൂടെ കൊണ്ടുകിടന്നതിൻ്റെ ശിഷ്യന്മാരാണ്. തന്നെ ഈ ഒറ്റിക്കൊടുക്കാൻ വരുന്നവനും വന്നപ്പം അവൻ വന്ന് ചുംബിച്ചപ്പം യേശു അവനെ വിളിച്ച പേരെന്താണെന്നറിയാം? സ്നേഹിത, ഫ്രണ്ട് എന്നാണ് വിളിച്ചത്. ഞാൻ നിങ്ങളുമായിരുന്നെങ്കിലോ, നമ്മളായിരുന്നെങ്കിൽ അവനെ എന്ത് വിളിച്ചത്? നമുക്കറിയാം അടുത്ത നിമിഷം എന്താ ചെയ്യാൻ പോകുന്നത്. അവൻ എത്ര അഡ്വാൻസ് മേടിച്ചിരിക്കുന്നത് നമുക്കറിയാം. നമ്മളായിരുന്നെങ്കിൽ അവനെ എന്ത് വിളിച്ചത്? എൻ്റെ ഫ്രണ്ടെന്ന് വിളിക്കുമോ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൂടിക്കോട്ടുന്നതിൻ്റെ സഭയിൽ തിരുവത്താഴം ഉണ്ട്. അപ്പോൾ തിരുവത്താഴം നടത്തുമ്പോൾ അറിയാമല്ലോ, ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. മുന്നിൽ വന്ന് വരി വരിയായി മുട്ടുമേ നിൽക്കണം. അപ്പോഴാണ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് എല്ലാവരും അപ്പം ഇങ്ങനെ എടുക്കും, വീഞ്ഞും എടുത്ത് കുടിക്കും. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവരെന്ത് ചെയ്യും? വിശുദ്ധ ചുംബനം, അന്യോന്യ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ വിശുദ്ധ ചുംബനം കൊടുക്കുക. അപ്പോൾ ഈ ഫ്രണ്ടിൽ വന്ന് വരിയിൽ നിന്ന് 2 പേര്, ഇവർ സഭയ്ക്കകത്ത് 2 ഫാക്ഷനുണ്ട്, അതിനകത്ത് 2ൻ്റെ ലീഡേഴ്സാണ്. കഷ്ടകാലത്തിന് ഇവർ മുന്നിൽ വന്നപ്പം അടുത്തടുത്തായിപ്പോയി. അപ്പോൾ ചുംബനം കൊടുക്കാൻ നേരത്ത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ആർക്കാ ചുംബനം കൊടുക്കുന്നത്? മറ്റേ ഗ്രൂപ്പിലെ ലീഡർ. ഞാനാരാ? ഇപ്പുറത്തെ ഗ്രൂപ്പിലെ ലീഡർ. തിരിഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ചുംബനം കൊടുത്തല്ലേ പറ്റൂ. കാരണം പാസ്റ്റർ പറഞ്ഞു, ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണം? വിശുദ്ധ ചുംബനം കൊടുക്കണം. ഇദ്ദേഹം കൈയെടുത്ത് അങ്ങോട്ട് ചെന്ന് അദ്ദേഹം കൈയെടുത്ത് ചുംബിച്ചു. ചുംബിച്ചപ്പോൾ ചെവിയിൽ ഒരു സഹോദരൻ പറയുക, യൂദായുടെ ചുംബനം. എന്തുവാ ഇപ്പോൾ ഇവിടെ എടുത്തത്? അപ്പം എടുത്ത് കുടിച്ചത് എന്തുവാ? പാനപാത്രം അല്ലേ? കർത്താവിൻ്റെ മേശ അനുഷ്ഠിച്ചിട്ട് എഴുന്നേറ്റ് ചുംബനം കൊടുത്തപ്പോൾ ചെവിയിൽ എന്തോ പറഞ്ഞത്? യൂദായുടെ ചുംബനം. അതിൻ്റെ അർത്ഥം സ്നേഹിത എന്നാണോ വിളിച്ചത്? എടാ യൂദായെ എന്നാണ് വിളിച്ചത് അല്ലേ? എന്ത് കഷ്ടമാണ് പ്രിയപ്പെട്ടവർ. ഞാനിതൊക്കെ പറയുമ്പം തുറന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ദോഷം വരുത്തിയവർ, നമുക്ക് നഷ്ടകഷ്ടങ്ങൾ വരുത്തിയവർ, നമ്മളെ അപമാനിച്ചവർ, അവരെ സ്നേഹിത എന്ന് വിളിക്കാൻ പറ്റത്തില്ല എൻ്റെ കർത്താവിനല്ലാതെ. പക്ഷേ ഞാൻ അവരെ സ്നേഹിത എന്ന് വിളിച്ച് അവരോട് നിരക്കുന്നത് വരെയും ഞാൻ മരിക്കത്തില്ല. ഞാൻ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കത്തേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഓർക്കണം, അവനെ ക്രൂശിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. കാര്യം അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ തൻ്റെ ആ അപമാനം, ദ ഷെയിം ആൻഡ് ഹ്യൂമിലിയേഷൻ, ആ ക്രൂശിൽ കിടന്ന് താൻ പെട്ട അപമാനം, ഈ തൻ്റെ ആ അട്ടി അല്ലെങ്കിൽ തൻ്റെ ആ കൂർത്ത
എന്താ പറഞ്ഞ മുള്ളുകളുള്ള മുൾക്കിരീടം, ഈ പറഞ്ഞ പോലെ ആണി, ഇരുമ്പാണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുന്തം കൊണ്ട് കുത്തി, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ തൻ്റെ ഹ്യൂമിലിയേഷനിൽ ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് പറയട്ടെ. ശരിക്കും ചരിത്രം പറയുന്നത് ക്രൂശിൽ യേശു വിവസ്ത്രനായിട്ടാണ് കിടന്നത്. റോമൻ ക്രോസ്, അത് പേർഷ്യക്കാരായത് കണ്ടുപിടിച്ചത്. ഏറ്റവും ക്രൂരമായി കൊല്ലാൻ അവരായിരുന്നു മിടുക്കർ. അവരുടെ ഇൻവെൻഷനായിരുന്നു ഈ ക്രൂസിഫിക്ഷൻ. അത് പിന്നെ റോമാക്കാരും കൂടെ അത് തുറന്നു എന്നേ ഉള്ളൂ. അന്ന് ഏറ്റവും അപമാനിച്ച് കൊല്ലുക, ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലുക, സമയമെടുത്തെടുത്ത് ഇഞ്ചിഞ്ചായി കൊല്ലുക, ഇതൊക്കെയാണ് ആ ക്രൂസ്. അതിലൊന്നാണ് തുണിയില്ലാതെ കിടന്നു എന്നാണ്. പക്ഷേ നമ്മളൊക്കെ കാണുന്ന ഈ പറഞ്ഞ പടങ്ങളിലെല്ലാം യേശുവിനൊരു ഒരു തോർത്ത് പോലെ സാധനം ചുറ്റിയിട്ടുണ്ട്. ഒരു 33.5 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പരസ്യമായ ഒരു ഉയർന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ എടുത്ത് നിസ്സഹായനായിട്ട് ക്രൂശിൽ തറച്ചിട്ടിട്ട് താഴെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടെന്ന് ഓർക്കണം, സ്ത്രീകൾ നിൽപ്പുണ്ട്. അതാ രസം. അങ്ങനെയുള്ളിടത്ത് ഏറ്റവും അപമാനിതനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെ കർത്താവ് കിടന്നു. പ്രിയപ്പെട്ടവരെ, why did he suffer that shame? എന്തിനാണ് ഈ അപമാനം താൻ സഹിച്ചത്? ഞാൻ ഒറ്റ കാരണമേ കാണുന്നുള്ളൂ, നമ്മുടെ അപമാനം മാറ്റാനാ. ടു ടേക്ക് അവേ മൈ ഷെയിം, എൻ്റെ അപമാനം. അവിടെയാണ് ഞാൻ അടുത്ത ചോദ്യം. ഇന്ന് ഈ കർത്താവിനെ പറ്റി പറയാൻ നമുക്ക് ഷെയിമാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് നമ്മൾ ഈ കർത്താവിനെ പറ്റി ഒരാളോട് പറയാൻ നമുക്ക് ലജ്ജയാ. ഇന്ന് 2 കാരണം കൊണ്ടേ നമ്മൾ സുവിശേഷം പറയാതിരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. 2 കാരണം. ഒന്ന്, ഈ ലജ്ജയാണ്. ഐ എം അഷെയിംഡ്. ഞാൻ പോയി ഒരു ക്രിസ്ത്യാനിയാണെന്നൊക്കെ പരസ്യമായിട്ട് എനിക്ക് വെളിപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് പറ്റത്തില്ല. 2ാമത്തെ കാരണം ഭയമാണ്. ഞാൻ സുവിശേഷം പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇത് 2ഉം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാവോ? അതല്ലേ അപ്പോസ്തലൻ പറഞ്ഞത്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. അത് കുഴപ്പമാണ്. പക്ഷെ പകരം ആത്മാവിനാൽ നിറയണം. ഞാൻ പറയട്ടെ, വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാഞ്ഞൂലുപോലെ ഇങ്ങനെ ഇരിക്കുന്നവനും എന്ത് ചെയ്യും? ഇച്ചിരി അകത്ത് ചെല്ലുമ്പോഴത്തേക്കും അങ്ങ് ധൈര്യം വരും, അല്ലേ? ആരെയും കയറി തെറിവിളിക്കാനുള്ള ധൈര്യം വരും. പിന്നെ ഒരു ലജ്ജയില്ല, മുണ്ടഴിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് ഒരു നാണമില്ല. കാര്യം എന്താ? അകത്ത് കിടക്കുന്നവൻ അത്ര പവർഫുള്ളാണ്. അങ്ങനാണെങ്കിൽ 100 മില്ലി അകത്ത് പോകുമ്പോൾ അവൻ്റെ ഷെയിമും പോയി, അവൻ്റെ ഫിയറും പോയി. അങ്ങനെയെങ്കിൽ ആത്മാവിനാൽ നിറയുമ്പം നമുക്ക് പിന്നെ ഭയമുണ്ടോ? പിന്നെ നമുക്ക് ലജ്ജയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ സഭ എത്രത്തോളം ആത്മാവിൽ നിറയുമോ, ഈ ആത്മാവിൽ നിറയേണ്ടത് ഈ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ആരാധിച്ച് സന്തോഷിക്കുവാൻ മാത്രമല്ല, ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ചർച്ച് ഹാസ് ബിക്കം എ ചാർജിങ് സ്റ്റേഷൻ ആൻഡ് ഓൾ ദ വെഹിക്കിൾസ് ആർ ജസ്റ്റ് പാർക്ക്ഡ് ഇൻ ദ ചർച്ച്. ഇതൊരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ വണ്ടികളെല്ലാം നിരന്തരം ഇവിടെ ഇട്ടിരിക്കുക. ഇവിടെ കിടന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ വണ്ടി ഒരിക്കലും പുറത്തു പോയി ഓടുന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞായറാഴ്ച ഒന്ന് നമ്മൾ ചാർജ് ആവുന്നു, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ കിട്ടിയ ചാർജ് കൊണ്ട് 6 ദിവസം പോയി എന്തുവാ ചെയ്തേ? ഒന്നോർത്തോണം, ഈ ഞായറാഴ്ച ഒന്ന് ചാർജ് ചെയ്യുന്നത് ഒന്നും ചെയ്ത് വെറുതെ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് ആ ഷെൽഫിലെടുത്ത് വെച്ചാൽ അത് ഡിസ്ചാർജ് ആയിപ്പോവും. ഇത് ഒരാഴ്ച കൊണ്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് ഡിസ്ചാർജ് ആവും. പിന്നെയും നമ്മൾ ഞായറാഴ്ച ചാർജ് ചെയ്യാൻ പറ്റുന്ന അല്ല. ഇനി ഈ 21 ദിവസം പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ചാർജ് കൊണ്ട് നിങ്ങൾ ശക്തിയായി പോയി യേശുവിൻ്റെ സാക്ഷികളാകും. നിങ്ങളുടെ ലജ്ജ പോയി കഴിഞ്ഞു, നിങ്ങളുടെ ഭയം പോയി കഴിഞ്ഞു. കാര്യം നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനാണ്. എന്നെ സ്നേഹിച്ച് ഒരു അപമാനിതനായി അവൻ ആ ക്രൂശിൽ കിടന്നുവെങ്കിൽ, അപമാനം സഹിച്ച് അപമാനം അലക്ഷ്യമാക്കി അവൻ ആ ക്രൂശിൽ കിടന്നത് എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാണ്. എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചവനെ കുറിച്ച് ഞാൻ ലജ്ജിക്കയില്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ലജ്ജിക്കയില്ല. അതിവേദനയിൽ അവൻ കിടന്നപ്പോഴും ശ്വാസം പോലും വിടാൻ വയ്യ. ലങ്സിൽ ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് കെട്ടി ഓരോ വട്ടം ശ്വാസം ഇങ്ങനെ വലിക്കുമ്പോഴും അത് വിടുമ്പോഴും അതിഭയങ്കര വേദന. അങ്ങനെ കിടക്കുമ്പോഴും എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പക്ഷെ താൻ അവിടെ കിടന്ന് 7 മൊഴികൾ. ഇന്നിപ്പോൾ എല്ലാ പള്ളികളിലും എന്തായിരിക്കും ഇന്നത്തെ പ്രസംഗ വിഷയം? 7 മൊഴികൾ. കുരിശിലെ 7 മൊഴികൾ. ഓരോ മൊഴി ഓരോ മൂപ്പന്മാർക്ക് കൊടുക്കും, അല്ലേ? സാധാരണ നാമധേയ സഭകളിലൊക്കെ 7 മൊഴികളെടുത്ത് 7 പേർക്ക് നേരത്തെ പട്ടക്കാരനും കൊടുക്കും, അല്ലേ? എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളി തമിഴ്നാട്ടിലൊരു നീലഗിരിയിലൊരു
എസ്റ്റേറ്റ് മാനേജറായിരുന്നു. അദ്ദേഹം നല്ല മദ്യപാനിയായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല. പക്ഷെ അദ്ദേഹം പോകുന്ന സഭയിൽ വർഷത്തിലൊരിക്കൽ അച്ഛൻ എന്ത് ചെയ്യും, 7 മൊഴികളിൽ ഒരു മൊഴി ഇദ്ദേഹത്തിനാണ്. അത് എല്ലാ വർഷവും ആ ഒരു മൊഴി തന്നെയാണ്. അതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. അദ്ദേഹം ആ മൊഴി അങ്ങോട്ട് പറയുമ്പം ജനമൊക്കെ ഇരുന്ന് കരയുമായിരുന്നു പോലും, ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ മൊഴി എന്നറിയാമോ? യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഒരു മൊഴി, ഐ തേഴ്സ്റ്റ്. എന്താണ്? എനിക്ക് ദാഹിക്കുന്നു. അന്ന് എല്ലാ ദിവസവും രാവിലെ കട്ടൻ കാക്കി വരും ഇത് കുടിക്കുന്ന ആളാണ്. പക്ഷെ അന്നേ ദിവസം പുള്ളി നീറ്റാണ്, രാവിലെ ഇത് കഴിക്കത്തില്ല. പുള്ളി പള്ളി പോയി ഉച്ച വരെയാവും, പുള്ളിയുടെ സ്ലോട്ട് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും. പുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് എന്താണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്യം എടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കും. ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങും. കരഞ്ഞങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ സമയം കഴിയും. ഇദ്ദേഹം പിന്നെ ഒറ്റ ഓട്ടമാണ്. എങ്ങോട്ടാണെന്നറിയാം? കാര്യം പുള്ളി എന്തോ പ്രസംഗിച്ചത്, എനിക്ക് ദാഹിക്കുന്നു. ഈ 7 മൊഴികൾ എല്ലാ വർഷവും ആർക്കും പ്രസംഗിക്കാം, ആർക്കും പോയി 7 മൊഴി കേൾക്കുകയും ചെയ്യാം. പക്ഷേ ഇന്നിവിടെ 7 മൊഴിയല്ല കേൾക്കുന്നത്, അതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. കാര്യം ആ ക്രൂശിൽ ദാഹിച്ച് ഇത്രയും വേദനയോടെ കിടന്ന എൻ്റെ കർത്താവ് അവിടെ കിടക്കുമ്പോഴാണ് സൈഡിലുള്ള ഒരു കള്ളൻ, അത് ഇടത്തോ വലത്തോ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, നമ്മളതിനെ നല്ല കള്ളൻ എന്നൊക്കെ പറയുന്നത്. ഏത് കള്ളനായാലും കള്ളന്മാരാണ്. അതിലൊരുത്തം പറയുക, എന്നെ ഒന്ന് ഓർക്കണേ. ഉടനെ ഓക്കെ ആയിക്കോട്ടെ, ഡൺ, നീ എൻ്റെയോടൊപ്പം ഇരിക്കും. അതിൻ്റെ അർത്ഥം തൻ്റെ കൂടെ ഇതേ കഷ്ടത്തിൽ, പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്തുകൊണ്ടാണ് അവരനുഭവിക്കുന്നത്. പക്ഷേ അതിലൊരുത്തൻ കരുണയ്ക്കായി അപേക്ഷിക്കുമ്പം ഹീ മിനിസ്റ്റേർഡ് ടു ദ തീഫ്. ഞാൻ ഈ അതിവേദന, എനിക്ക് ശ്വാസം വിടാൻ വയ്യ, എനിക്ക് അങ്ങോട്ട് അല്ലേ പ്രാണനെ നിലവിളിച്ചുകൊണ്ട് വിട്ടു എന്നും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വേദനയിൽ കിടക്കുമ്പോഴും ഒരാവശ്യം പറയുമ്പം അവൻ്റെ ആവശ്യത്തിന് അവനെ ശുശ്രൂഷിക്കുവാൻ എൻ്റെ കർത്താവിനെ പറ്റി. എൻ്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നമെല്ലാം തീർന്നിട്ടല്ല നമ്മുടെ ശുശ്രൂഷ. നമ്മൾ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ശ്വാസം വിടാൻ പോലും നിവൃത്തിയില്ല. എനിക്ക് വാഴത്തൊരു വാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയും എനിക്കൊരു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും. ഇന്നോർത്തോണം, എൻ്റെ രോഗമൊന്നും മാറട്ടെ, എൻ്റെ അവസ്ഥകളൊന്നും മാറട്ടെ, ഈ കേട്ട പോലൊക്കെ ഞാനും കർത്താവിന് വേണ്ടി ഇറങ്ങി പോകാൻ ബ്രദറെ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നം മാറിയിട്ട് പോകണ്ട, നിങ്ങളുടെ രോഗം മാറിയിട്ട് പോകണ്ട. നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രശ്നത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നു? Many of us wait for the deliverance to come. എനിക്കൊരു വിടുതലുണ്ടായിട്ട് വേണം എനിക്ക് പോയി കർത്താവിനെ സാക്ഷിക്കുവാൻ. വിടുതലുണ്ടായിട്ടല്ല കർത്താവിനെ സാക്ഷിക്കേണ്ടത്. എനിക്ക് കിട്ടിയ വിടുതൽ എൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. എന്നെ നിത്യശിക്ഷയിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? അവൻ രക്ഷിച്ചു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അതേ ഇപ്പം സംഭവിച്ചിട്ടുള്ളൂ. മറ്റത് സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇനിയൊന്ന് സംഭവിക്കും. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരു ശുശ്രൂഷ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം ആ കള്ളൻ്റെ കാര്യം ഒരു പരിഹാരം ഉണ്ടാക്കി. താഴെ തൻ്റെ അമ്മ നിൽക്കുന്നു, യോഹന്നാൻ നിൽക്കുന്നു. അമ്മയെ ആരെ ഏൽപ്പിച്ചു? ഇതാ യോഹന്നാനെ, നിൻ്റെ അമ്മ. ആ ദൗത്യവും താൻ അവിടെ നിർവഹിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് താൻ പോയത്. മൈൽസ് മൺറോ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരിക്കൽ ഒരു ബുക്കിൽ എഴുതിയ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ജീസസ് ലിവ്ഡ് ആൻഡ് ഡിഡ് എ ഫുൾ മിനിസ്ട്രി. അതായത് ഒരു പൂർണ്ണമായി ശുശ്രൂഷിച്ചിട്ടാണ് യേശു പോയത്. അതിൻ്റെ അർത്ഥം ഹി ലിവ്ഡ് എ ഫുൾ ലൈഫ്. അതെ, ഹി ലിവ്ഡ് എ ഫുൾ ലൈഫ്. പൂർണ്ണ ആയുസാണ് യേശു ജീവിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തിക്കും, 33.5 വയസ്സൊരു പൂർണ്ണ ആയുസാണോ? ഞാൻ പറയട്ടെ, 33-യോ 83-യോ എന്നുള്ളതല്ല വിഷയം. ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞോ പൊയ്ക്കോണം. അല്ലെങ്കിൽ ദൗത്യം കഴിഞ്ഞാൽ കർത്താവ് അങ്ങ് വിളിക്കും. 33.5 വയസ്സേ ജീവിച്ചുള്ളൂ. അതിലൊരു 3.5 വർഷമേ പരശുശ്രൂഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരശുശ്രൂഷയുടെ ഒടുവിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി, തികച്ചു കഴിഞ്ഞു, കൊടുത്തു തീർത്തു, പെയ്ഡ് ഇൻ ഫുൾ എന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കർത്താവ് തൻ്റെ ശുശ്രൂഷ തികച്ചു, എന്നിട്ട് പ്രാണനെ വിട്ടു. ഞാനും നിങ്ങളും
നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കാതെ നമുക്ക് നമ്മുടെ പ്രാണനെ വിടാൻ പറ്റത്തില്ല. എത്ര പേര് അതൊന്ന് വിശ്വസിക്കുന്നു? ഹൗ മെനി ബിലീവ് ദാറ്റ്? അൺലെസ് ആൻഡ് അണ്ടിൽ ഐ ഫിനിഷ് മൈ മിനിസ്ട്രി ഐ കനോട്ട് ലീവ് ദിസ് ഹോം. എനിക്കിവിടെ ഈ ദേഹം വിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ഓർത്തോണം, ആ ക്രൂശിൽ തന്നെ തൂങ്ങിക്കിടന്ന് വേദനിച്ച് 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 മരിക്കാതെ കിടക്കുന്നെങ്കിൽ അവിടെ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? യേശു ഹി മിനിസ്റ്റേർഡ് ടു ഓൾ, അല്ലേ? തനിക്ക് അവസാനം ഈ ക്രൂശിൽ കിടക്കുന്ന ഇറങ്ങിപ്പോയി ഇനി ഒരു ശുശ്രൂഷ കൈയെടുത്ത് അവനെ വെച്ചൊന്ന് അനുഗ്രഹിക്കാനോ നിവൃത്തിയില്ല. എത്രയോ പേർക്ക് ഈ കൈ കൊണ്ട് സൗഖ്യം വരുത്തിയത്, എത്രയോ പേരെ ചേർത്തണച്ച കൈയാ. ഇപ്പോൾ ആ കൈ ഇവിടെ തറച്ചിരിക്കുക. പക്ഷേ അവിടെയും ഒരു ശുശ്രൂഷ ചെയ്തു. പക്ഷേ അതിലും ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു വലിയ കാര്യവും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ചെയ്തു. എന്താണെന്നറിയാമോ? ഹീ ഫോർഗേവ് ഓൾ. എന്താണ്? ആ ക്രൂശിൽ കിടന്നുകൊണ്ട് സർവരോടും ക്ഷമിച്ചു. എങ്ങനെ ക്ഷമിച്ചു? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചു കഴിഞ്ഞിട്ടാണ് പ്രാണനെ വിട്ടത്. ഞാൻ 2 ദിവസം മുമ്പ് പവർ വിഷനിൽ ഇതേ പ്രസംഗിച്ചെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു, ക്ഷമിക്കാത്തിടത്തോളം കാലം ആ ക്രൂശി നമ്മൾ കിടക്കും, ചാവത്തില്ല. എത്ര വയസ്സായാലും വെന്റിലേറ്ററിൽ കയറിയാലും അത് എത്ര നാൾ നീണ്ടാലും നമ്മൾ പോകത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം കൂടെ തീരാനുണ്ട്. എന്താ അത്? ക്ഷമിക്കണം. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദുഃഖവെള്ളിയാഴ്ച ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലുള്ളവരോട് തന്നെ ആയിരിക്കാം ക്ഷമിക്കാതിരിക്കുന്നത്. ചിലപ്പോൾ സഭയിലുള്ളവരോടായിരിക്കാം, ചിലപ്പം കൂടെ ജോലി ചെയ്യുന്നവരോടായിരിക്കും, ചിലപ്പോൾ അയൽക്കാരോടായിരിക്കാം, ചിലപ്പോൾ അമ്മായിമ്മയോടായിരിക്കാം, ആരോടോ ആവട്ടെ. ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഒരു നല്ല ദിവസം അങ്ങ് ക്ഷമിച്ചേക്കണം. ഇന്നങ്ങ് ക്ഷമിച്ച് തുടങ്ങാൻ പ്രിയപ്പെട്ടവരെ. ക്ഷമിച്ച് തുടങ്ങിയാൽ അവിടെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്രൂശീകരണം വിജയിക്കുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട്, യു വിൽ ഹാങ് ഓൺ ദ ക്രോസ് അണ്ടിൽ യു ഫോർഗീവ് എവ്രി വൺ. എന്താണ്? സകലരോടും ഞാൻ ക്ഷമിക്കുന്നത് വരെ ഞാൻ ആ ക്രൂശിൽ തൂങ്ങി തന്നെ കിടക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയം പറയാനല്ല വന്ന്, സത്യം പറഞ്ഞു. ഐ ഡോണ്ട് നോ വൈ ദ ലോർഡ് ഈസ് റിമൈൻഡിങ് മീ ടു സേ ഇറ്റ്. അവിടെ ആ ക്രൂശിൽ ഇങ്ങനെ ഇതെല്ലാം പെട്ട് വേദനയിൽ കിടക്കുമ്പം ആ തൻ്റെ ജീവനെ വെടിയുന്ന ആ നിമിഷം വരെ ഈ ചെയ്തതിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട്, യേശുവേ ഞാൻ ചെയ്തത് ശരിയല്ലായിരുന്നു, തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി. ആ അടിച്ച പടയാളി വന്നിട്ട്, അയ്യോ ഞാൻ അടിച്ചു, തെറ്റിപ്പോയി, അയ്യോ ഞാൻ ആ ചമ്മട്ടി കൊണ്ട് അടിച്ച ഞാൻ തെറ്റിപ്പോയി, അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും വന്ന് തന്നോട് ക്ഷമ ചോദിച്ചു? പറഞ്ഞേ, ഒരാളും വന്നില്ല. ഒരാൾ ദൂരെ നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ടേച്ചു പറഞ്ഞു, ഇവൻ ശരിക്കും ഒരു നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ ആരും വന്ന് ഒരു ക്ഷമ ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ വേദനിപ്പിച്ചവരും നമുക്ക് നഷ്ടകഷ്ടങ്ങൾ വരുത്തിയവരും നമ്മളെ അപമാനിച്ചവരും അവരെല്ലാവരും വന്ന് നമ്മളോട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണമെന്നൊന്നും ഒരു നിയമവും ഇല്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ഒന്നുണ്ട്, അവരിങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കത്തില്ല, നിരക്കത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ, നിൻ്റെ സഹോദരന് വല്ലത് നിന്നോടുണ്ടെന്ന് നിനക്കവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ഫസ്റ്റ് ഒന്നാമത് നീ പോയി നിരക്ക്, എന്നിട്ട് മതി യാഗം. അത് പുതിയ നിയമ കോണ്ടെക്സ്റ്റിൽ ആരാധന ക്യാൻ വെയിറ്റ്, യു ഗോ ആൻഡ് റിക്കൺസൈൽ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ആദ്യം ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ എൻ്റെ ചോദ്യം, ഏതാ ആദ്യം ചെയ്യേണ്ടത്? ആരാധനയോ ക്ഷമിക്കുന്നതോ? ചിലർ ചിന്തിക്കുക, പാസ്റ്റർ എവിടെ നിന്ന് കിട്ടി ഈ കുരിശിന്? ഒരു നല്ലൊരു ദുഃഖ വെള്ളിയാഴ്ച കറക്റ്റ് കുരിശിനെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാൾ ഇരുന്നോട്ട് പറയുന്ന ആരാണ്ടോടൊക്കെ ക്ഷമിക്കണമെന്നോ നിരക്കണമെന്നോ ക്ഷമ ചോദിക്കണമെന്നോ, ഇത് എൻ്റെ ഉപദേശമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുവിൻ്റെ ഉപദേശമാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, അല്ലേ? തിരുവചനത്തിൻ്റെ ഉപദേശമാണ് നമ്മളീ കേൾക്കുന്നത്. ഒരാളോടെങ്കിലും ക്ഷമിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അതാരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയാലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർപ്പിച്ച് തരും. ഓർപ്പിച്ച് തരുന്ന മുറയ്ക്ക് പോയി അവരോട് നിരക്കുക. നമ്മളല്ല തെറ്റ് ചെയ്ത് അവരെ, അതേ. പക്ഷേ ചിലരോട് പോയി ക്ഷമിക്കണം, ചിലരോട് ക്ഷമ ചോദിക്കണം. അതിൻ്റെ അർത്ഥം മേ ബി ഇറ്റ് ഈസ് ദം ഹു ഒഫൻഡഡ് യു, റൈറ്റ്? പക്ഷെ അവരോട് ക്ഷമിച്ചേക്കണം. മേ ബി യു ഒഫൻഡഡ് സംബഡി,
യു ഹാവ് ടു ഗോ ആൻഡ് ആസ്ക് ഫോർഗീവ്നെസ്. നീ പോയി ക്ഷമ ചോദിക്കണം. രണ്ടാണെങ്കിലും നമ്മോട് ഇങ്ങോട്ട് ചെയ്തവരെ അവരോട് ക്ഷമിച്ചേക്കണം. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ക്ഷമ ചോദിച്ചേക്കണം. ഇതാണ് ഇപ്രാവശ്യത്തെ ദുഃഖവെള്ളിയാഴ്ച സന്ദേശം. നമ്മൾ പലപ്പോഴും ആ ക്രൂശിൽ തൂങ്ങി വേദനയിൽ കിടക്കുമ്പോഴും നമ്മൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആരെങ്കിലുമൊക്കെ വന്ന് എന്നോട് ക്ഷമ ചോദിക്കും. ഈ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അവർ സമ്മതിച്ച് എന്നോട് ക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുക. ഞാനൊരു നിരാശപ്പെടുന്ന വാക്കായി ഈ പറയുന്നത്. അങ്ങനെ ചിലർ വരണമെന്നില്ല. കാരണം യേശുവിൻ്റെ കാര്യത്തിൽ ആരും വന്നില്ല. ഈ അടിച്ച പടയാളികളോ നേരത്തെ അതിന് തൊട്ടു മുമ്പ് തന്നെ ഏറ്റവും മോക്ക് ചെയ്ത തന്നെ അപമാനിച്ച് കളിയാക്കിയ ആ യഹൂദന്മാരാരും വന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ആ യഹൂദന്മാർ ഇന്നും വന്നിട്ടില്ല എന്ന് ഓർത്തോണം. ഇന്നും കുത്തിയവങ്കിലേക്ക് നോക്കുന്ന കാലം വരുന്നേ ഉള്ളൂ. ഇന്നും അവർ വന്നിട്ടില്ല. അന്ന് ആ യേശുവിനെ ക്രൂശിച്ചവർ തന്നെയാണ് ഇന്നും അവിടെയൊക്കെ തന്നെ ഉള്ളത്. അതിനിടയിൽ നിന്ന് ചിലർ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ ആ വലിയ സമൂഹം ഇന്നും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അവർ ക്രിസ്ത്യാനികളുമായിട്ട് ചേർന്നൊക്കെ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഓർക്കണം, യേശുവിനെ അംഗീകരിക്കാത്ത മറ്റു മതക്കാരും ഉണ്ടല്ലോ. അവരോടൊക്കെ നിങ്ങൾക്ക് സ്നേഹം ഇല്ലല്ലോ. അപ്പം എന്താ ഇവരോട് മാത്രം ഭയങ്കര സ്നേഹം? ആലോചിച്ച് നോക്ക്. മറ്റ് മതക്കാരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. എന്താ അവരോട് സ്നേഹമില്ലാത്ത? നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരട്ടെ പ്രിയപ്പെട്ടവരെ. എല്ലാവരെയും സ്നേഹിക്കുവാനുള്ളൊരു ഹൃദയവിശാലത നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തരട്ടെ. കാര്യം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൻ്റെ ഭാവം നമുക്ക് വരുമ്പം നമുക്കും എല്ലാവരെയും സ്നേഹിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കാൻ തുടങ്ങും. അത് ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നെ ഈ ക്രൂശിലേക്ക് കയറ്റി ഇത്രയും ദ്രോഹിച്ചവർ വന്ന് ക്ഷമ ചോദിക്കുമെന്ന് കാത്തിരുന്നാൽ ആരും വരത്തില്ല. അടുത്തത്, ഇവർ വന്ന് എന്നെ ഇറക്കിക്കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ അതും വരത്തില്ല. ദേ ആർ മോക്കിങ് യു ആൻഡ് ദേ ആർ വെയിറ്റിംഗ് ഫോർ യു ടു ഡൈ. നീ ചത്ത് കാണാൻ വേണ്ടി അവർ താഴെ കാത്തു നിൽപ്പുണ്ട്. നീ ചത്തോന്നറിയാൻ വേണ്ടി ഒരുത്തനെ വിട്ടു. അതിൻ്റെ അർത്ഥം നമ്മുടെ മലയാളത്തിൽ പറയും പുക കണ്ടേ അടങ്ങൂന്ന് പറഞ്ഞ് ചിലരുണ്ടാവുമെന്ന്. ഇവൻ്റെ ശുശ്രൂഷ നശിച്ച് ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞവരുണ്ടാവും. അവരാരും മാനസാന്തരപ്പെട്ട് വരത്തില്ല. ഒരു പക്ഷേ ഞാനീ പറയുന്നത് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇനി അവിടാണ് ഏറ്റവും വലിയ കാര്യം. യു ക്യാൻ സ്റ്റിൽ ഹാങ് ഓൺ ദ ക്രോസ് വിത്ത് ബിറ്റർനെസ്. എന്താണ്? കയ്പോടുകൂടെ അവിടെ കിടക്കാം. എൻ്റെ ചോദ്യം, ഞാനും നിങ്ങളും ഈ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്രൂശിൽ കയ്പോടെ കിടക്കാനല്ല. കാര്യം അതിൽ ഒരു കള്ളൻ അവൻ കയ്പോടെ കിടന്നുകൊണ്ടാണ് അവൻ പ്രാകുകയും ദൂഷിക്കുകയൊക്കെ ചെയ്തത്, അല്ലേ? ക്രൂശിൽ കിടന്നുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാം, അത് യേശുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ഞാനും നിങ്ങളും ഇതേ ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പം ആ ക്രൂശിൽ കയ്പോടെയാണോ കിടക്കുന്നത്? Or are you hanging on the cross with unforgiveness and wanting to be justified? സ്വയം നീതീകരിച്ചുകൊണ്ടാണോ ആ ക്രൂശിൽ കിടക്കുന്നത്? നിങ്ങൾക്ക് നീതി കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. നീതി അവിടെ മാത്രമേ കിട്ടൂ. എത്ര പേർക്കത് മനസ്സിലായി? കോടതിയിൽ നീതി കിട്ടുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല, ഇല്ല. ഈ സമൂഹത്തിൽ നമുക്ക് നീതി കിട്ടുമോ? ഇല്ല. എൻ്റെ യേശുവിന് കിട്ടിയില്ല. എൻ്റെ യേശുവിന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടണമെന്ന് എത്ര നിർബന്ധം? ഒരു കാര്യം കൂടെ പറയാം. യു കാൺ ഡൈ അണ്ടിൽ യു ഫോർഗീവ്. നിങ്ങൾ ക്ഷമിച്ചു തീരുന്നത് വരെ നിങ്ങൾക്ക് മരിക്കാൻ പറ്റത്തില്ല. ഞാൻ മരിച്ച് എൻ്റെ ജീവൻ ക്രിസ്തുവിനോട്, അങ്ങനെയെങ്കിൽ ഞാൻ ഐ ഡൈ ഡെയിലി. പൗലോസ് പറഞ്ഞത് എന്താ? ഞാൻ ദിവസേന മരിക്കുന്നു.
ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച 2000 കൊല്ലം മുമ്പ് കർത്താവ് മരിച്ചു. എൻ്റെ ചോദ്യം, കർത്താവ് തൻ്റെ മരണം താൻ മരിച്ച് താൻ തൻ്റെ ദൗത്യം നിർവഹിച്ച് തീർത്തു. ഇന്ന് ഞാനും നിങ്ങളും മരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽ കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യം, മോനെ മോളെ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ ക്രൂശ് നീ എടുക്കണ്ട, കാര്യം ഞാൻ ഒരിക്കലായിട്ട് എടുത്തു. നീ നിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ അനുഗമിച്ച് എൻ്റെ ശിഷ്യനാവണം. നിനക്ക് എൻ്റെ ഭാവം ഉണ്ടാവണം മോനെ. നിന്നെ ഞാൻ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷ നീ തികയ്ക്കണം. എന്താണ് നിൻ്റെ ശുശ്രൂഷ? നീ രാജ്യത്തിൻ്റെ ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കണം. അവിടെ ഞാൻ നിർത്തുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഒടുവിൽ യേശു തൻ്റെ പ്രാണനെ വിട്ടു, താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പം അവിടെ മറ്റൊരു ടീമാണ് വന്ന് തന്നെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത്. തന്നെ കൊണ്ട് ക്രൂശിൽ കയറ്റിക്കൊന്നത് ഒരു ടീമാണ്. പക്ഷെ അതിലാരും ഇതിനകത്ത് ഉൾപ്പെട്ടില്ല. പുതിയൊരു ടീം വന്നു. അതാരാ? ഒരിക്കൽ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന ഒരാൾ, ഒരു നിക്കോദിമോസ്. പിന്നെ ഒരാൾ ഒരു പണക്കാരനായിരുന്നു. ആരാണ്? അരിമത്ഥ്യയിലെ യോസെഫ്. ഞാൻ പണ്ട് പാസ്റ്റർമാർ പ്രസംഗിച്ച് കേട്ടോണ്ട്, ഇവന്മാരൊക്കെ എന്തിനാ രാത്രി വന്നേ, പകൽ വരണം. അപ്പം ഞാനും പരിചയമായിരുന്നാണ് രാത്രി വന്നത്. അപ്പോൾ ഈ രാത്രി വന്നവൻ കൊടും പാവിയാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചില കൊടും പാവികളെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അവർ രാത്രിയൊക്കെ ആയിരിക്കും വരുന്നത്, ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. വന്നോട്ടെ, ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ അമ്മമാരെ കൊണ്ടേ പറ്റൂ. കാര്യം അമ്മച്ചെന്ന് പറഞ്ഞാലേ കൊടുക്കത്തുള്ളൂ. ഈ പറഞ്ഞ പാർട്ടികളെങ്ങാണ് ഈ ശിഷ്യന്മാരെങ്ങനെ ഞാൻ ചോദിച്ചാൽ കൊടുക്കുമോ? ശരീരം ഓടിച്ചനെ. ഇതുപോലെയും ദൈവം ചില യോസേഫുമാരെയും ചില നിക്കോദിമോസുമാരെയും വെച്ചിട്ടുണ്ട്. അവരുടെ ആൾക്കാരുമായിട്ട് വന്ന് എന്ത് ചെയ്തു? വളരെ നന്നായി ആ ശരീരം ഇറക്കി പൊതിഞ്ഞ് കൊണ്ടുപോയി കല്ലറയിൽ കൊണ്ടുവച്ചു. അതിൻ്റെ അർത്ഥം നമ്മളെ പീഡിപ്പിച്ചവരും അപമാനിച്ചവരും ദ്രോഹിച്ചവരും ദുഷിച്ചവരും അല്ലേ ഒരു വലിയ സമൂഹമുണ്ട്. പക്ഷെ മറ്റൊരു സമൂഹത്തെയും ദൈവം വെച്ചിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ നമ്മളെ ദുഷിക്കുന്നവരല്ല, അവരപമാനിക്കുന്നവരല്ല, അവർ വേദനിപ്പിക്കുന്നവരല്ല, അവർ ഈ പറഞ്ഞ പോലെ ഒന്നും നമുക്ക് ദോഷം വരുത്തുന്നതല്ല. അവരെന്ത് ചെയ്യും? ഏറ്റവും മാന്യതയോടുകൂടെ കൊണ്ടുപോയി ഒരു കല്ലറയ്ക്കുള്ളിൽ അങ്ങ് വെച്ചു. ഫൈനലി ദേ പുട്ട് ഹിം ഇൻ എ ഗ്രേവ്. അതാണ് അടുത്ത പ്രശ്നം. ഈ ഗ്രേവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുവിടാൻ എളുപ്പമാണ്. കല്ലറയ്ക്കകത്തോട്ട് കൊണ്ടങ്ങ് വെച്ചു, ഒരു വലിയ കല്ലും എടുത്ത് അങ്ങ് ഉരുട്ടി വെച്ചു. ഇരുട്ടായി, ആരുമില്ല. റോമാക്കാരൊരു സീലും അങ്ങ് വെച്ചു. പിന്നെ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചൊരു പ്രസംഗം, ദ സൈലൻസ് ഓഫ് സാറ്റർഡേ. ശനിയാഴ്ച എന്താണ്? നിശബ്ദം. നമുക്കറിയാം, ഇപ്പം ഇലക്ഷൻ വരുന്നു, അതിൻ്റെ തലേ ദിവസം എന്താണ്? ഒരു പ്രചരണവും ഇല്ല, നിശബ്ദ പ്രചരണമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രൂശിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ അതുപോലൊരു അനുഭവമുണ്ട്, ദ സൈലൻസ് ഇൻ ദ ഗ്രേവ്. ചിലപ്പം നമ്മളെ ഇതുപോലെ ഒരു മൗനതയിൽ കൊണ്ട് ദൈവം അങ്ങ് വയ്ക്കും. ആരും നമ്മോട് മിണ്ടാനില്ല, ആരും നമ്മളെ ഒന്നും, അവർക്കിനി ചെയ്യാൻ ശുശ്രൂഷയൊന്നുമില്ല, നമുക്കും ഒന്നും ചെയ്യാനില്ല. കല്ലറയ്ക്കുള്ളിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം, യു ആർ ഔട്ട് ഓഫ് സൈറ്റ്. ഇനി ആർക്കും നിങ്ങളെ കാണാൻ പറ്റത്തില്ല. യു ആർ ഔട്ട് ഓഫ് മൈൻഡ്. എല്ലാവരുടെയും മനസ്സിൽ നിന്ന് നിങ്ങൾ പോയി. പക്ഷെ ഒന്ന് ഓർത്തോണം, നിങ്ങൾ മരിച്ചാലും അടുത്ത ദിവസം കാര്യങ്ങൾ നിങ്ങളില്ലാതെയും കാര്യങ്ങൾ നടക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് അത് മനസ്സിലായി? നിങ്ങൾ ഭർത്താവായിരിക്കും മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം കുടുംബം അതിൻ്റെ വഴിക്ക് പോകും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചെന്നിരിക്കും, നിങ്ങൾ അടുത്ത ദിവസം തൊട്ട് ജീവിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ വേറെ കല്യാണവും കഴിക്കും, അതാ വേറൊരു പ്രശ്നം. അവൾക്കൊരു ജീവിതവും ഇല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കൾ അവർ ലീവ് കഴിഞ്ഞാൽ അവരടുത്ത ദിവസം തിരിച്ചു പോയി, അവരെല്ലാം അവരവരുടെ വഴിക്ക് പോയി. അതിൻ്റെ അർത്ഥം നമ്മളെ മറന്ന് നമ്മളില്ലാതെയും കാര്യങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങും. അതൊന്ന് ചിന്തിക്കാമോ? നമ്മളില്ലാതെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണുമ്പോൾ നമുക്കതങ്ങോട്ട് സഹിക്കത്തില്ല. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കല്ലറയ്ക്കകത്ത. ഞാൻ മരിച്ച് അവനോടുകൂടി അടക്കപ്പെട്ടിരിക്കുന്നു. മരിച്ചാൽ മാത്രം പോരാ, അടക്കപ്പെടണം. അങ്ങനെ അടക്കപ്പെട്ടവരാണ് ഉയർക്കുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവനോടൊപ്പം ഉയർത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, the cross has to finish its job. Even the grave has to finish its job. ക്രൂശിനൊരു ദൗത്യം ഉണ്ടായിരുന്നു നിങ്ങളോട് ചെയ്യാൻ, അത് കഴിഞ്ഞു. കല്ലറയ്ക്കും ഒരു ദൗത്യമുണ്ട്.
ഇതൊരു പക്ഷേ ശനിയാഴ്ച പ്രസംഗിക്കേണ്ട പ്രസംഗം നാളെ. കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്നതും ഒരനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കല്ലറയുടെ അനുഭവത്തിൽ ഇരിക്കുന്നുണ്ടോ? ഒരു ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കുന്ന അനുഭവം ഉണ്ടോ? ആ ഗുഹയ്ക്കകത്തിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക, നിങ്ങളൊരു വലിയ കൊടുങ്കാറ്റ് കണ്ടിട്ട് അവിടെ ദൈവത്തെ അന്വേഷിക്കും. ഒരു വലിയ തീയിൽ ദൈവം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു വലിയ ഭൂമിയിലൊക്കെ ഉണ്ടായി, അതിനകത്തും ഇല്ല. പക്ഷേ ആ ഗുഹയ്ക്കുള്ളിൽ നിങ്ങളെ തേടി വരുന്ന ഒരു ശബ്ദമുണ്ട്. അതേത് ശബ്ദമാണെന്നറിയാമോ? നേരിയ സ്വരം, എ സ്റ്റിൽ സ്മോൾ വോയിസ്. ആ സ്റ്റിൽ സ്മോൾ വോയിസ് നിങ്ങളുടെ ചെവി വന്ന് വീഴും. ആ ശബ്ദം വന്ന് നിങ്ങളോട് സംസാരിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ ദിവസങ്ങളിൽ, ഈ പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളിലും ആ നേരിയ ശബ്ദം നിങ്ങൾ കേട്ടോണം. ഈ പുൽപ്പറ്റിൽ നിന്ന് നിങ്ങളിപ്പം കേൾക്കുന്ന പോലെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കും, അതിനായിട്ട് സ്തോത്രം. പക്ഷെ ആ പ്രസംഗങ്ങൾക്കിടയിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ പോലെ, ഈ പ്രസംഗങ്ങൾക്കിടയിലൂടെ the word of God will come to you. ദൈവവചനം നിങ്ങളിലേക്ക് വരും. അത് നിങ്ങൾക്കുള്ള രേമാവചനമാണ്. അത് നേരിയ സ്വരമാണ്. അത് ഈ പറഞ്ഞ പോലെ കൊടുങ്കാറ്റിലായിരിക്കണമെന്നില്ല, അത് തീയിലും ഭൂമി ഉലുക്കത്തിലൊന്നും ആയിരിക്കത്തില്ല. അത് നേരിയ സ്വരം ഏലിയാവ് കേട്ട പോലെ നിങ്ങൾ കേൾക്കും. As the grass has done its job and the grave too has done its job, now the still small voice will resurrect you. നിങ്ങൾ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ ശബ്ദം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്നാണ് ഉയിർപ്പെന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ നമ്മളെ ഉയിർപ്പിക്കത്തുള്ളൂ, മനുഷ്യൻ്റെ ശബ്ദമല്ല. അങ്ങനെയെങ്കിൽ എന്താ നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്? എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുക. Lord, I want to hear your voice. I want to hear your word. നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. എനിക്ക് നിൻ്റെ ശബ്ദം, ആ നേരിയ സ്വരം കേട്ട് എനിക്കൊന്ന് ഉയർക്കണം കർത്താവേ. എൻ്റെ ആ ലൈഫ്ലെസ്നെസ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ നിർജീവത്വം എനിക്കൊന്ന് വിട്ടുകളയണം. എൻ്റെ ആ ലീഗലിസം, എല്ലാവരെയും കുറ്റം പറയുന്ന എൻ്റെ ഒരു അനുഭവം, അതെനിക്ക് വിട്ടുകളയണം. എൻ്റെ ആ ലൈസൻസ്, എന്തും ഞാൻ വിശ്വസിച്ച എല്ലാം ശരിയാണോ? അല്ല, ശരിയാണോ എന്നില്ല. ഒന്നേ ശരിയുള്ളൂ, ഒരുവൻ മാത്രമേ ശരിയുള്ളൂ, അതെൻ്റെ കർത്താവാണ്. ഒരു വാക്ക് മാത്രമേ ശരിയുള്ളൂ, അത് ഈ വചനമാണ്, മറ്റൊന്നുമല്ല. പ്രസംഗങ്ങളൊക്കെ തെറ്റാം, ഉപദേശങ്ങളൊക്കെ പലതും തെറ്റിപ്പോകാം, പക്ഷേ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ലൈഫ്ലെസ്നെസ് ക്യാൻ ബി ഓൺലി ക്യൂർഡ് ബൈ പ്രെയർ. പ്രാർത്ഥന മാത്രമാണ് അതിന് മറുവഴി. 2, ലൈസൻസ്, ഒറ്റ വഴിയേ ഉള്ളൂ, ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. 3, ലീഗലിസം, ഒറ്റ മരുന്നേ ഉള്ളൂ, എന്താണ്? ഇവാഞ്ചലിസം. പുറത്തു പോയി കർത്താവിൻ്റെ സാക്ഷികളാകുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ട്. കർത്താവേ, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. ക്രൂശിൻ്റെ ഒരു 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 ക്രൂശിൻ്റെ വഴി, അതായത് ഗെത്സമനെ തുടങ്ങി ഗൊൽഗഥ വരെ നമ്മൾ പോയില്ല. പക്ഷേ അതിനിടയിൽ കൂടെയൊക്കെ ദൈവം ചിലത് നമ്മോട് സംസാരിച്ചു. എന്താ ദൈവം സംസാരിച്ച കാര്യങ്ങൾ? വാട്ട് ഇസ് ദ ലോർഡ് പേഴ്സണലി സ്പീക്ക് ടു യു? നിങ്ങളോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്ത് അതിനൊന്ന് പ്രതികരിച്ചാട്ട്. ഞാൻ പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ മറക്കരുത്. യു കനോട്ട് ഡൈ അണ്ടിൽ യു ഫോർഗീവ്. വിജയകരമായൊരു ക്രൂശീകരണം നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ തികയ്ക്കണം. 2, എല്ലാവരോടും ക്ഷമിക്കണം. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ കാര്യമറിയാതെ ക്രിസ്ത്യാനികൾ ഈ ദിവസം ആചരിക്കുമ്പോൾ നമുക്ക് കാര്യം അറിഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനൊരവസരം ദൈവം നമുക്ക് തരുന്നത്. എന്താണ്? കർത്താവേ, എന്നോട് നീ സംസാരിച്ചു. ശാന്തമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വചനം കേൾക്കുന്നത്. ഇവിടെ മറ്റൊരു ബഹളവും ഇപ്പോൾ ഇല്ലല്ലോ. ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. മോനെ, മോളെ, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? എൻ്റെ മകൻ ആ ക്രൂശിൽ കിടന്ന് സകലരോടും ക്ഷമിച്ചിട്ടാണ് അവൻ്റെ പ്രാണനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഈ ക്രൂശീകരണം, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവേ ദൗത്യം എൻ്റെ പിന്നാലെ വരണമെന്നുള്ളതാണ്. പക്ഷെ നിനക്ക് കൈയും വീശി വരാൻ പറ്റത്തില്ല. ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നാൽ പോരാ, നീ കുരിശെടുത്തുകൊണ്ട് വേണം വരാൻ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എല്ലാം നന്മയ്ക്കാക്കി ദൈവം തീർക്കും. പക്ഷേ ആ നന്മയ്ക്കാക്കി ദൈവം തീർക്കണമെങ്കിൽ
ഞാൻ അസുഖകരമാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, എന്നെ അത് വേദനിപ്പിക്കുന്നു, എന്നെ അത് വല്ലാണ്ട് മുറിവേൽപ്പിക്കുന്നു, എന്നെ അപമാനിക്കുന്നു. ശരിയാ ശരിയാ ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷേ ആ അവസ്ഥയിലും കർത്താവേ, ഞാൻ ആ ക്രൂശ് സന്തോഷത്തോടെ സഹിച്ച് മുന്നോട്ട് വരുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് ഈ ഉച്ച സമയത്ത് സമർപ്പിക്കും? എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞിരിക്കട്ടെ ഒരു നിമിഷം. ദിസ് ഇസ് എ ടൈം ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് അലോൺ. നിങ്ങൾക്കും ദൈവത്തിനും മാത്രമുള്ളൊരു സമയം. ഇപ്പോൾ ഇടയിൽ ആരും വന്നിട്ടില്ല. നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിലും കർത്താവേ അനേക ക്രൂശുകളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളിലെല്ലാം എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേര് പറയും? എത്ര പേരൊരു സമർപ്പണം ഈ ഉച്ച സമയത്ത് എടുക്കും? കർത്താവേ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരോടും കർത്താവെ ക്ഷമിക്കുവാൻ. കർത്താവേ, ഇങ്ങോട്ട് എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരോട് അങ്ങോട്ട് ഞാനങ്ങ് ക്ഷമിച്ചേക്കുവാൻ. അല്ല, എന്തെങ്കിലും പരിശുദ്ധാത്മാ എന്നെ ഓർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ച് നിരക്കുവാൻ. എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നപ്പാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അങ്ങ് ആരെയൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുവോ അവരോടെല്ലാം പോയി നിരക്കുവാനും ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ഞാൻ സന്നദ്ധമാണ്. ഞാനൊരു സമർപ്പണം ഇവിടെ വെച്ച് എടുക്കുന്നു എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടേ ഇവിടെ നിന്ന് പോകാവൂ പ്രിയപ്പെട്ടവരെ. അതാണ് വലിയ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത്. കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ കാര്യമറിയാതെ ഈ ദിവസം ആചരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയെ അറിഞ്ഞ്, അങ്ങയുടെ സത്യം അറിഞ്ഞ് കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ഞാൻ നേരിയ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. ആ നേരിയ ശബ്ദം തുറന്നും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.